ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. നീ നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിപ്പാൻ നൽകണം. നീ വിശന്നിരുന്നാലും ഇവൾക്ക് ഭക്ഷണം നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ആമേൻ. അതിൽ വിജയിക്കും. ചിലർ വിജയിച്ചതായി ഭാവിക്കും, മറ്റു ചിലർ വിയോജിപ്പോടെ പിരിയും. 3 കുടുംബങ്ങളെ ഇവിടെ പരിചയം. പിന്നെ ആ പിരിയത്തിന്റെ അറ്റം കഴിഞ്ഞ തവണത്തെ പോലെ അത്ര നേർപ്പിക്കണ്ട, കുറച്ച് വീതി ഇരുന്നോട്ടെ. ശരി. അതുപോലെ തന്നെ നെറ്റിയുടെ നടുഭാഗത്ത് അത്ര ഷാർപ്പായിട്ട് കട്ട് ചെയ്യണ്ട. ഇല്ല. ഓക്കെ. അയ്യോ, ഒരു കാര്യം പറയാൻ എന്ത് കാര്യമാണെങ്കിലും മാഡം പറഞ്ഞോളും. സാർ സമാധാനായിട്ട് പുറത്തു നിന്നിരിക്കണം. ഞാനേ ഈ മാഡത്തിന്റെ ഭർത്താവാ. സമ്മതിച്ചു, ഇത് ഞങ്ങൾ ചെയ്തോളാം. എന്നുവെച്ചാ എന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞത് ഞാനല്ലേ? അല്ലേ പ്രമി? പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്ക. എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. പീതാംബരൻ ഗൾഫിലായിരുന്നു. ഗൾഫിലെ ഉദ്യോഗത്തിന്റെ പേരിലാണ് പ്രമീളയെ കല്യാണം കഴിച്ചത്. പക്ഷേ സുന്ദരിയായ ഭാര്യയെ കിട്ടിയപ്പോ പുള്ളിക്കാരൻ ഗൾഫ് ഉപേക്ഷിച്ചെങ്ങ് പോന്നു. പ്രമി, ഇതെങ്ങനെയുണ്ട്? ഇത് നന്നായിട്ടില്ലേ? അയ്യേ, കറുത്തത്. ഇതാ, ഇത് വേണ്ട വേണ്ട, നിനക്ക് ചേരൂല. ഇതാ നിനക്ക് നല്ലത്. സൈസ് കറക്റ്റല്ലേ പ്രമി? ഇയാളെന്താ കാണിക്കുന്നേ? നിഴല് പോലെ എപ്പോഴും ഭാര്യയുടെ പിറകെയാണ് പീതാംബരൻ. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് അയാൾ ഭാര്യയെ സംരക്ഷിക്കുന്നത്. അമിതമായി ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും പുറകെ നടക്കുന്ന ഭർത്താവും ഭാര്യയ്ക്കൊരു ശല്യമാണ്. എങ്ങനെയുണ്ട്? അയ്യേ, അച്ഛന് വരയ്ക്കാറിയില്ല. ഇതാണോ സിംഹം? എന്തേ നോക്കടാ. അയ്യേ, ഇത് കൊരങ്ങനെ പോലെ ഉണ്ട്. ഞാൻ കൊരങ്ങനെ തന്നെ വരച്ചത്. അപ്പോഴോ? ആരോ വന്നു, ആരോ നോക്കട്ടെ. പ്രമീളയില്ലേ? ഇല്ല, ബാത്റൂമിലാ. ഇപ്പൊ കയറിയതേ ഉള്ളൂ. ഇറങ്ങാൻ ഒരുപാട് നേരം കഴിയും. അപ്പൊ ശരി. ആരായിരുന്നു? ആ താഴത്തെ ഫ്ലോറിലെ ജോൺ കുര്യന്റെ ഭാര്യ. എന്നിട്ട് അവരോട് എന്തിനാ ഞാൻ ബാത്റൂമിലാന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ പോവില്ല. നിന്നെ കണ്ട ഓരോ കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞ് ഇവിടെ തന്നെ കൂടും. ഇന്നവരെ എന്റർടൈൻ ചെയ്താൽ നാളെ അതിന്റെ പേരും പറഞ്ഞ് അവരുടെ ഭർത്താവ് വരും, പിന്നെ ആങ്ങളെ വരും. എന്തിനാ വെറുതെ പൊല്ലാപ്പ്? മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടൂല. നിങ്ങൾക്കിത് എന്തിന്റെ അസുഖ? എന്നെ ഇങ്ങനെ ചില്ലുകൂട്ടിലോട്ട് വളർത്താനാണോ നിങ്ങളുടെ കൂടെ അയച്ചത്? നിനക്കിവിടെ ഒരു കുറവ് ഞാൻ വരുന്നല്ലോ, പിന്നെന്താ? ഒരു കുറവില്ലേ? എനിക്കിവിടെ ആരോടെങ്കിലും ഒന്ന് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? തനിച്ചൊന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അയൽവക്കത്ത് പോകാൻ പാടില്ല. ഈ ഫ്ളാറ്റിലുള്ള സകല ആണുങ്ങളുമായിട്ട് വഴക്ക്. 24 hours ഒരു ബോഡിഗാർഡ്. ഭർത്താവെന്ന് പറഞ്ഞാ ഇങ്ങനെയാ? മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെയാ. എനിക്ക് എന്റെ ഭാര്യയോട് ഇത്തിരി സ്നേഹം കൂടി പോയി. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ലെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇത് സ്നേഹമല്ല, രോഗമാ. ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ച് മാറ്റേണ്ട സംശയ രോഗം. അപ്പൊ എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയിട്ട് നിനക്ക് തോന്നുന്ന പോലെ വിലസണം. അതല്ല നിന്റെ മനസ്സിലിരിപ്പ്. നടക്കില്ലടി. ഞാനിവിടെ ജീവനോടെ ഇരിക്കുമ്പം അത് നടക്കില്ല. അയ്യോ, എന്റെ അച്ഛന് പറ്റിയ അബദ്ധ. ഗൾഫിൽ നല്ല ജോലി, കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ കേട്ടപ്പോ അച്ഛൻ അതങ്ങ് വിശ്വസിച്ചു. അച്ഛനെ പറയുന്നത് എന്തിനാ? നിനക്ക് എന്നെ പിടിച്ചില്ല. നിന്റെ തൊലിവെളുപ്പിനും സൗന്ദര്യത്തിനും ഞാൻ മാച്ച് അല്ല. അതിന്റെ വിമ്മിഷ്ടാ നിനക്ക്. എനിക്ക് മടുത്തു.
അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്താ ഒരു ട്രാഫിക്! പാലം കടന്നു കിട്ടാൻ 3/4 മണിക്കൂർ എടുത്തു. വണ്ടികളുടെ എണ്ണം ദിവസം തോറും കൂടി വരികയല്ലേ, അതിനൊപ്പം റോഡുകൾ വളരുന്നില്ലല്ലോ. എക്സ്പ്രസ് ഹൈവേ വരണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ എന്തായിരുന്നു ഹാലടക്കം? ഇപ്പൊ മന്ത്രിമാരുടെ കാറടക്കം നരിഞ്ഞാ നീങ്ങുന്നു. വാലേക്കും അസ്സലാം. നൗഷാദിനെ കണ്ടിട്ട് നാളെ ഒരുപാടായല്ലോ. കഴിഞ്ഞ ഇലക്ഷന് കോഴിക്കോടേക്ക് ക്യാഷും കൊണ്ട് വന്ന ഞാനല്ലേ മൂസക്ക. തെരഞ്ഞെടുപ്പിനിടയിൽ കാണണമെന്ന് മനസ്സിൽ നിൽക്കൂല. തന്ന കാശ് മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് വേഗം നോക്കന്റെ സുനീറ. ബിരിയാണി പണി കഴിഞ്ഞില്ലേ? ബിരിയാണി ചെമ്പ് ഇറക്കി വെച്ചേക്കണു. ഇനി ഈ കോഴീനെ ഒന്ന് പൊരിക്കണം, മട്ടൺ സ്റ്റൂ ഒന്ന് വറ്റണം. പത്തിരി എവിടെ ആമിന? ദാ അപ്പുറത്തെ മുറിയിൽ മൂടി വെച്ചിട്ടുണ്ട്. ഓ, പത്തിരിയുടെ കൂടെ കൊടുക്കാനുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയില്ലേ രഹന? തേങ്ങ ചിരകിയിട്ടില്ല. ആമിനത്തെ മീൻ പൊരിക്കല്ലേ? എല്ലാത്തിനും ബാല്യക്കാരിയുടെ കയ്യെത്തണമെന്നില്ല. തേങ്ങ ചെറിയാൻ നിന്റെ കയ്യിലെ വളയൂരി പോവോ? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ മമ്പറം മൂസ പിന്നെ മന്ത്രി ഔരഹനാത്ത എനിക്കറിയില്ല, പോയി ചോദിച്ചു നോക്ക്. നിന്റെ ചന്ദന ഫാക്ടറി ഇപ്പൊ എങ്ങനെയുണ്ട് ബഷീറേ? മോശമായിക്ക. ഇപ്പോഴത്തെ മന്ത്രി ഈ കൈതമുള്ളു മാതിരിയാ. മേപ്പോട്ടും കീഴ്പോട്ടും ഒഴിയാൻ കഴിയൂല. 2 കൊല്ലം കഴിയട്ടെ, നമുക്ക് നോക്കാം. നൗഷാദിന്റെ കാറിന്റെ ബിസിനസ് എങ്ങനെ? അതിനിപ്പോ നല്ല ഗ്രോത്താ. എടോ, തന്റെ ബേബി അവിടെ കണ്ടില്ലല്ലോ. രഹന, ഇങ്ങോട്ട് കേറിക്കണ്ട മോളെ. മൂസ അന്യനൊന്നല്ലോ. അന്റെ വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ഇവളുടെ പപ്പ ഡോക്ടറാണല്ലോ. ദുബായിൽ ഗവൺമെന്റ് സർവീസിലാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മ അങ്ങോട്ട് പോയി. വീടിപ്പോ വാടക കൊടുത്തിരിക്കുക. നന്നായി പോയി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണ്ട. വക്കീൽ പരീക്ഷ ജയിച്ചതാ. ജോലിക്ക് പോണെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കുക പാടില്ല, പാടില്ല. ഇത്തറവാട്ടിൽ നിന്ന് പെൺകുട്ടികൾ ജോലിക്ക് പോയാല് അതിന്റെ കുറച്ചില് അഹമ്മദാജിക്കാ പറഞ്ഞ. ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ലൈറ്റ് ഇടാ വന്നിരിക്കുന്നത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ജോലിക്കാരത്തെ പറ്റിയായിരിക്കും. അതൊഴിച്ച് വേറെ എന്ത് വേണേ പറഞ്ഞോ. എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച ഞാൻ LLB പാസ്സായത് അത് ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് നരയിക്കാനല്ല. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എടി, ഈ തറവാട്ടിൽ നിന്നേ വരെ പെൺകുട്ടികൾ ആരും ജോലിക്ക് പോയിട്ടില്ല. 10ാം ക്ലാസ്സിനപ്പുറത്തേക്ക് ഈ തറവാട്ടിൽ നിന്ന് ആരാ പഠിച്ചിട്ടുള്ളത്? കല്യാണത്തിന് മുമ്പ് നിങ്ങൾ സമ്മതിച്ചല്ലേ ജോലിക്ക് അയക്കാന്ന്? എത്ര കമ്പനികളിൽ നിന്ന് ഓഫർ വന്നതാ. നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം തട്ടിക്കളഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ജീവിതകാലം മൊത്തം എന്നെ ഇവിടെ തളച്ചിടാനാ നിങ്ങളുടെ ഉദ്ദേശമെന്ന്. മതി, അധികം ആളാവണ്ട. നിന്നെ ഇവിടേക്ക് നിക്കാഹ് കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഞാനാ. ഞാൻ തീരുമാനിക്കും നീ എന്ത് ചെയ്യണോ എന്ത് ചെയ്യണ്ടെന്ന്. അതനുസരിച്ച് നടന്നാ മതി. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അടിമയല്ല. നിർത്ത്. ഉത്തരം മുട്ടുമ്പോ എന്തിനാ അലർന്നത്? മിണ്ടി പോരുന്നാ പറഞ്ഞ. എന്താണ് അവിടെ ബഹളം? ചോദിച്ചു കേട്ടില്ലേ എന്താണ്? ഒന്നുമില്ല പപ്പ. കളത്തിപ്പറമ്പിൽ അഹമ്മദാജിയുടെ വീടായത്. പെൺകുട്ടികളുടെ ശബ്ദം ഈ ചുമരിന് വെളി കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? ഇവർ 3 പേരും കൂട്ടുകാരാണ്. ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ബന്ധങ്ങളുടെ തകർച്ചയിലും അവർ ഒരുപോലെയായി. കാണിച്ചു തരാടി കളിക്കുന്ന ആരോടാണെന്ന്. നീ എന്റെ പിന്നാലെ വന്ന് കാല് പിടിച്ച് സാഷ്ടാംഗം നമസ്കരിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. ആ മോഹം ഇപ്പൊ തന്നെ കുഴിച്ചു മൂടിയേക്ക്. ഈ ജന്മത്തിൽ അത് നടക്കില്ല. കാണാം. ഇങ്ങോട്ട് വാ മോളെ. മോളെ സുരക്ഷിതമായിട്ട് ഇവിടെ തിരിച്ചേൽപ്പിക്കുക. കാര്യം എന്താ പീതാംബര? മോളോട് ചോദിക്ക്. എന്നിട്ട് അച്ഛനും മോളും കൂടെ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. എന്താ കാര്യം എന്താന്ന് പറയടി. ഞാനൊരു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒടക്ക
അമ്മയ്ക്കും അച്ഛൻ്റെയും നടിയും കിട്ടി. വീട്ടിൽ വെച്ച് പറഞ്ഞാൽ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നുള്ളതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണം കഴിച്ചു പോയെന്ന് വെച്ച് എന്റെ ജീവിതവും പ്രൊഫഷനും നശിപ്പിച്ച് കളയാൻ ഇനി ഞാൻ ഒരുക്കമല്ല. അഡ്വക്കേറ്റ് ജേക്കബ് മാത്യുവിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. കോടതിക്കടുത്തുള്ള ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട്. എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ പറയാം, എത്ര വൈകിയാണെങ്കിലും. നിൽക്ക്. നിന്നേക്കാൾ വാശിയുള്ളവനാ ഞാൻ, അത് നിനക്ക് മനസ്സിലായിക്കോളൂ. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ അറിയാവുന്ന വിദ്യ തൊഴിലാക്കി മാറ്റി ട്രീസ. പ്രമീളയ്ക്ക് ഒരു വരുമാന മാർഗം അച്ഛൻ തുടങ്ങിക്കൊടുത്തു, ഒരു കോഫി ഷോപ്പ്. സ്വന്തം കാലിൽ നിൽക്കാമെന്ന വിശ്വാസം രഹനയ്ക്കുമായി. ഇപ്പൊ 3 പേരും പഴയ വിദ്യാർത്ഥിനികൾ പോലെ. നാളെ നിങ്ങളെ കൊണ്ട് ഓടിപ്പിച്ച് ഞാൻ പുറകെ ഇരിക്കുള്ളൂ. അയ്യോ, വല്ല ഹർത്താലോ ബന്ധമൊക്കെ ആണെങ്കിൽ ഓക്കെ. കേറിക്കോ. ഡോക്ടർ മുരളീകൃഷ്ണന്റെ മിസ്സസ് അല്ലേ? ഡോക്ടർ എനിക്കറിയാം. ഞാൻ രഞ്ജൻ ഫിലിപ്പ്. ഇതെന്റെ മോളാ. വയസ്സ് 18 ആയിട്ടില്ല. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് വലിയ വാശി. ഓക്കെ, വരൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൈവോഴ്സിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോ ആരെ ക്യൂടെക്സ് ഒക്കെ ഇട്ടാന്നേ? അമ്മയ്ക്കാരും ക്യൂടെക്സ് ഒന്നും ഇട്ട് തന്നിട്ടില്ല. അന്ന് വീട്ടിലൊക്കെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, കുട്ടികളെ ശ്രദ്ധിക്കാനൊക്കെ ആർക്കാ നേരം? ഇപ്പെന്താ കൂടുതൽ ആളില്ലാത്ത? കൂടുതൽ ആളുണ്ടായാലേ എനിക്ക് എന്റെ ലക്ഷ്മിക്കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ചേച്ചി, ആ മുളക് പൊടി എവിടെ വെച്ചിരിക്കണേ? മുളക് പൊടി അതാ ഷെൽഫിന്റെ മുകളിലത്തെ തട്ടിലുണ്ട്. അതിലിപ്പോ കൊറേ ടിന്നോളുണ്ട്. ഏതിലാന്നിപ്പോ ഞാൻ എങ്ങനെ അറിയണേ? ഞാൻ എടുത്തുതരാം. പാരേ. ഇതിലുണ്ടായിരുന്ന ഞാൻ നേരത്തെ ജോലിക്ക് നിന്ന് വീട്ടിലെ തള്ളേ ഒക്കെ പൊട്ടി താക്കോലും കൊണ്ടാ നടക്ക. ഒരു ജാതി സാധന. അവരോട് വഴക്കൂടിയിട്ടാ നീ പോന്നതാ തന്തപ്പിടിക്കാരനാ. ഒരു മിനിറ്റ് തൊയരം തരില്ലെന്നേ. വായില് പല്ലുമില്ല, തലയില് മുടിയില്ല. എന്നാലും എന്നെ കണ്ടാ തന്തയ്ക്കൊരിളക്കാ. ഭാര്യനെ മക്കളെ കണ്ണു തെറ്റിയാ മതി, തുടങ്ങും വിറകടി. ഭാനുമതി എന്റെ പുറന്ന് മതിത്താ, ഭാനുമതി എന്റെ കാലൊന്ന് ഒഴിഞ്ഞതാ. എനിക്കുണ്ടല്ല ദേ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കല്ല് ഇങ്ങോട്ട് കയറും. ഒടുക്കം പോ തന്നേന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് പോന്നു. ചേച്ചി തരുന്ന ശമ്പളത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് സ്നേഹം കിട്ടിയാ മതി. ഹലോ, രഞ്ജൻ ഫിലിപ്പ്, ലീനയുടെ ഫാദർ. എന്താ സർ? തിരക്കില്ലല്ലോ? അല്ലല്ല. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ. നിർത്ത് ചങ്ങാതി. എത്ര ശാന്തസുന്ദരമായ രാത്രി. കൂട് വിട്ട് കൂടുമാറാൻ പറ്റിയ സമയം. നില ഉദിച്ചില്ലേ മാനുവൽ? ഉദിക്കേണ്ടതായിരുന്നല്ലോ. ഇനി വല്ല ബ്ലോക്കിലും വിട്ട് സ്റ്റക്കായിട്ടുണ്ടാവോ? നമുക്ക് ആദ്യം അകത്ത് കയറി ഐശ്വര്യമായ ഒരു ദീപം തെളിയിക്കാം. അതിന് നിലവിളക്ക് വാങ്ങിയിട്ടുണ്ടാ? വെളിച്ചമെല്ലാം ദീപമല്ലടോ. നിലവിളക്കായാലും മെഴുകുതിരിയായാലും സ്വിച്ചിട്ടാൽ കത്തുന്ന ലൈറ്റ് ആയാലും എല്ലാം ദീപം തന്നെ. അതെ, ദീപം തെളിയിച്ച ഞാൻ അപ്പൊ തന്നെ പോവും. താൻ ഒരിടത്തേക്കും പോവില്ല. തന്നെ ഞാൻ വിടില്ല. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പക്ഷെ എന്റെ വൈഫ് കാത്തിരിക്കട്ടെ. കാത്തിരുന്ന് നേരം വെളുപ്പിക്കട്ടെ. കാത്തിരിക്കാൻ ഒരാൾ എന്ന പ്രയോഗത്തിന് ഒരു അർത്ഥം ഉണ്ടാകും. അതെ, ഞാനൊന്നും പറയണ്ട. നമ്മൾ ഇന്ന് ഇവിടെ കിടക്കും. എന്റെ കഥകൾ ഞാനും ഇമ്മാനുവലിന്റെ കഥകൾ ഇമ്മാനുവലും പറയും. അങ്ങനെ പറഞ്ഞു കിഴക്കങ്ങനെ പ്രഭാതം പൊട്ടിവിടും. പുതിയ വീട്ടിൽ പുത്തൻ പ്രഭാതം. താക്കോലെവിടെ? പുതിയ വീട്ടിൽ പുത്തൻ പ്രഭാതം.
ഇതകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടോ? ഏ നേരാണല്ലോ. ആ ഏ? ബെല്ലടിക്കണം. എവിടെ? ആ ഷർട്ടും പാന്റും കാറിനകത്തുണ്ട്. പാന്റും ഒരു പെൺശബ്ദമല്ലേ കേട്ടോ? അതെ, ഞാനും കേട്ടു. ഒന്നുകൂടി പറഞ്ഞേ. ഏ? അവിടുന്നല്ലേ കേട്ടത്? ഒന്ന് മറിഞ്ഞേ. ചേച്ചി രണ്ടാള് കിടന്ന് ബഹളം വെക്കണ്ടല്ലോ. കള്ളുടിയന്മാരെന്നാ തോന്നണേ. രണ്ടാണോ? ഈശോയേ, ആരാ? എവിടെയാ? എന്താ? ആരാന്ന്? അത് ശരി, നമ്മൾ ആരാണ്? ഞങ്ങള് നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ ആരാണ്? അതെ. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ഞാൻ അറിയാതെ അയാൾ ആ വീട് വിറ്റിരിക്കും. പക്ഷേ അതൊരു വലിയ സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുമ്പോ ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ, അപ്പച്ചൻ എന്റെ പേരിലിട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതൊക്കെ ചേർത്ത് അന്ന് ആ വീടുണ്ടാക്കിയത്. ആധാരം എന്റെ പേരിൽ എഴുതാമെന്നു പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചിട്ടാ മുരളിയുടെ പേരിലാക്കിയത്. എന്നിട്ടിപ്പോ സ്വന്തം ഭാര്യയും മോളും തെരുവിൽ ഇറങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ഒരാളെ ഭർത്താവെന്ന് വിളിക്കാൻ പറ്റൂ? എന്ന് വെച്ച് ഇദ്ദേഹത്തിന് സ്ഥലം കിട്ടണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം അമ്മയും മോളും കൂടി ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്. എല്ലാ ബന്ധുക്കളെയും വെറുപ്പിച്ചിട്ടാ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാ അതൊരു ആക്ച്വലി എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ചീറ്റിംഗ്, ചതിക്കായിരുന്നു എല്ലാ അർത്ഥത്തിലും. എന്ന് തറപ്പിച്ച് പറയരുത്. ഇതിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. മറുഭാഗത്തു നിന്ന് കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. കേട്ടെടുത്തോളം അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല ഡോക്ടർ. എങ്കിൽ പിന്നെ ഞാൻ മോശക്കാരിയായിരിക്കും. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞാൻ ക്ഷമിക്കും. എനിക്കറിയാം കുറച്ച് കോംപ്രമൈസ് ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂന്ന്. പക്ഷെ ഞാൻ വെറൊരു വിഡ്ഢിയെന്ന് കരുതിയാലോ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നതൊക്കെ വിശ്വസിക്കണം, ചെയ്യുന്നതൊക്കെ സഹിക്കണം. കൽപ്പനയാണ്. തീരുമാനങ്ങൾ മുഴുവൻ ഒറ്റയ്ക്കെടുക്കും. അതനുസരിച്ചില്ലെങ്കിൽ ധിക്കാരമായി. ഒരു മിനിമം റെസ്പെക്ട് ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ? ഇങ്ങോട്ട് എന്തു ആവാം, അങ്ങോട്ടൊന്നും പാടില്ല. ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞു പോകാൻ പറ്റുന്നതാണോ ഈ ദാമ്പത്യം എന്ന് പറയുന്നത്? ഞാനും മോളും എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും ഓർത്തില്ല. അവൾക്ക് ഫീസ് കൊടുക്കാൻ, ഒരു ഉടുപ്പ് വാങ്ങാൻ കരയരുത്, കരയരുത്, കരയരുത്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. മാഡം, നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണെന്നല്ലേ പറഞ്ഞത്? ഒരുമിച്ച് പഠിച്ചവർ, എന്തും തുറന്നു പറയുന്നവർ. നിങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നം ഈസിയായി സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെ? ഇടപെടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലുതാകുന്നത്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ ഇതൊക്കെ വീടുകൾക്കുള്ളിൽ തന്നെ തീരും. അമ്മാവൻ, അമ്മാവി, ചെറിയച്ഛൻ, വല്യച്ഛൻ, ആ ചേട്ടൻ, ഈ ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഇപ്പൊ ആ റോൾ ഏറ്റെടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കളാണ്. അതിന് ഞാനെന്ത് ചെയ്യാനാ? മാഡം മാരീഡ് ആണോ? അതെ. ഗുഡ്. കുട്ടികളുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. സോ സിമ്പിൾ. ഇപ്പൊ ശരിയാക്കാം. മാഡം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് ഇവരെ വിളിച്ചുകൊണ്ടുപോയി കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കണം. പിന്നെ പതുക്കെ ഹസ്ബൻഡിനെ ഡോക്ടർക്ക് അടുത്തേക്ക് അയക്കുക. ഹസ്ബൻഡ് നയത്തിൽ അങ്ങേരെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യണം. ഒത്തൊരുമയോടെ കഴിയുന്ന മറ്റൊരു വീടിന്റെ ഉള്ളിലെ സമാധാനം കാണുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. 1, 2, 3 ദിവസങ്ങൾ അങ്ങനെ കഴിയട്ടെ. അവർ ഒന്നിച്ചിരിക്കും, എനിക്കെന്റെ വീടും കിട്ടും. ഞാനിപ്പോ എന്റെ പേരൻസിന്റെ ഒപ്പമാണ് താമസിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ മുതിർന്നവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് വീടപെടാം. എന്റെ ഉടുപ്പ് എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. അല്ല, മനസ്സിലായില്ല. എന്റെ കൂടെ ഇപ്പൊ എന്റെ മക്കൾ മാത്രമേ ഉള്ളൂന്ന്. അത് മനസ്സിലായി. ഹസ്ബൻഡ് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഞങ്ങളിപ്പോ ഒരുമിച്ചല്ല. ഇമ്മാനുവല്ലേ? ഇതന്നെ ഇതന്നെ ഇവിടെ നിർത്തിക്കോ, നിർത്തിക്കോ. ഇറക്കിക്കോളൂ. എവിടേക്ക് പോന്നെ? അകത്തേക്ക്. ഞാനിവിടെ പുറത്തേക്കല്ലേ, ചോദിക്കാതെ നേരം കൊണ്ട് പോവാ. മാപ്പാക്കണം. ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ഉള്ള കാര്യം നമ്മൾ ഓർത്തില്ല. ആരാ? ഓഹോ, വേറെ ഉണ്ടോ? വേണ്ടപ്പെട്ട ആളൊന്ന് കൂട്ടിക്കോളൂ. സാറില്ലേ? സാറാ? ഏത് സാറ്? ഇവിടുത്തെ സാറ്. ഇവിടെ സാറും കയറൊന്നുമില്ല. കൊച്ചമ്മ മാത്രമേ ഉള്ളൂ. അവര് പുറത്തു പോയിരിക്കയാ.
പുറത്തു പോയാൽ എപ്പോഴെങ്കിലും അകത്ത് വരുമല്ലോ. നിങ്ങൾ നോക്കിയിരിക്കേണ്ട അകത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് പോയി തെച്ചല്ലേ വേ. ഹൈ ഇങ്ങടെ ആരൊരു സാധനം കൊണ്ടുവരണ്ട, ഒക്കെ പുറത്തു വെച്ചാ മതി. പുറത്ത് വെക്കേ ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ സാധനങ്ങളോ? ഇത് മഴയും മേലും കൊള്ളാൻ പാടില്ല. നിങ്ങൾ അകത്ത് കിടന്നു. ഞാൻ അമ്മയെ വിളിക്കട്ടെ? അമ്മയെ മാത്രല്ല പോലീസിനും വിളിച്ചു പറഞ്ഞു. അല്ല പിന്നെ നിങ്ങൾ കേട്ടെടുത്ത് ഇങ്ങോട്ട് മാറി വന്നേ. ബാബാ ജോണിക്കുട്ടി ഇവിടെ തരാൻ പറഞ്ഞ എന്താ എന്താ കളിക്കാ? ഇവിടെ തരാൻ ഹലോ, അതെ ഗോപകുമാറാണ്. ഞാൻ അങ്ങോട്ട് വരാം, ഉടനെ വരാം. നിങ്ങളാണ് ഈ ഗോപകുമാർ? ഞാനാ. എന്നാ ഞാൻ ഈ കേട്ട ചിത്രം നിങ്ങൾക്കും കൂടി ഉള്ളതാ. താൻ ഏതാ ആദ്യം പറ. ഞാൻ തിരുപ്പൂരിൽ നിന്ന് വന്നതാ. ശരവണ മുതലാളി പറഞ്ഞിട്ട് ഒരു ലോഡ് റെഡിമെയ്ഡ് ഇവിടെ ഇറക്കി അതിന്റെ റെസീറ്റും വാങ്ങി അതേ വണ്ടി തന്നെ തിരിച്ചു പോകാൻ വന്നതാണ് ഞാൻ. കണ്ടില്ലേ ആ പെണ്ണുങ്ങൾ മുഴുവൻ മാറി അടിച്ച് പുറത്തിട്ട് കണ്ടുപോകുന്നല്ല. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് അയക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അതാണ് ശരവണ മുതലാളി. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സ്റ്റോക്ക് മുറ്റത്തെത്തും. സോറി, ഞാൻ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് കമ്പനിക്കാര് ഇങ്ങോട്ട് അയച്ചാണ്. മറ്റൊന്നുമല്ല, ഈ കുറച്ച് ഗാർമെന്റ്സ് ആണ്, റെഡിമെയ്ഡ് തുണികൾ. തുണികളുടെ ബിസിനസ് ആണ് മൂപ്പർക്ക്. നല്ല കോട്ടൺ തുണികൾ കളക്ട് ചെയ്ത് ഫ്രാൻസിലേക്കും ലണ്ടനിലേക്കും അയക്കുക. അതിന്റെ ഓഫീസ് തുടങ്ങാനാണ് ഈ വീട് വാങ്ങിച്ചത്. പ്രശ്നങ്ങൾ തീരുന്നവരെ ഞാനത് മറ്റെവിടേക്കെങ്കിലും മാറ്റി വെച്ചോളാം. വാ. പ്രശ്നങ്ങൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അർദ്ധരാത്രി വീട്ടിൽ കയറി വന്ന് നിങ്ങൾ ഇവരെ ശല്യപ്പെടുത്തി. ഹൗസ് ട്രസ്പസ് IPC 442. ഇപ്പൊ ഗുണ്ടകളെയും കൂട്ടി വന്ന് വീട് അതിക്രമിച്ച് കയറിയിരിക്കുന്നു. ക്രിമിനൽ ഇന്റിമിഡേഷൻ IPC 506. ഒരു കേസ് ഫയൽ ചെയ്ത കളി മാറും. പിന്നെ കോടതിയിൽ ഇറങ്ങാൻ നേരണ്ടാവില്ല. സത്യത്തിൽ ഈ മാഡം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. രഹന എന്റെ ക്ലോസ് ഫ്രണ്ടാ, വക്കീല. ഇതിപ്പോ വാദി പ്രതിയായില്ല. പെങ്ങളെ ലക്ഷങ്ങൾ എണ്ണി എണ്ണി കൊടുത്തിട്ടാ ഈ വീട് ഇങ്ങേരുടെ പേരിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ പരിപൂർണ അവകാശം ഈ മനുഷ്യനാ. നിങ്ങൾക്കത് കോടതി പറയാം. നിങ്ങളൊക്കെ എന്താ മിണ്ടുമ്പോഴേക്കും കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് കാട് കയറുന്നത്? ഇവിടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്നിനും ഒരു പരിഹാരമില്ലേ? ഇവരുടെ ഭർത്താവ് ഈ വീട് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്ന് ആ മാന്യം പറഞ്ഞ പോലീസിനെ വിട്ട് ഇവരെ ഒഴിപ്പിക്കണമെന്ന്. ഞാൻ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാ? മനുഷ്യത്വം എന്ന് പറഞ്ഞൊന്നുണ്ടായിപ്പോയി. വക്കീലെ, ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഈ സാധു സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആരെങ്കിലും ഒന്ന് മുൻകൈ എടുത്താൽ അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഈ കേസ് മഴക്കൊക്കെ വിട്ട് അന്ന് രമ്യമായി തീർക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരോട് എങ്ങനെ കോംപ്രമൈസ് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? അപൂർവം ചില ഭർത്താക്കന്മാർ അങ്ങനെ ഉണ്ടാകാം. അപൂർവമൊന്നും അല്ല, എല്ലാവരും അങ്ങനെ തന്നെയാ. ചെലവിന് തരുന്നത് ഞങ്ങളാണല്ലോ എന്നുള്ള അഹങ്കാരം അവർക്ക്. അതൊരു ഔദാര്യമൊന്നും അല്ല. ഇന്ന ആളുടെ ഭാര്യ എന്നതിനപ്പുറത്ത് പെണ്ണിനൊരു ഐഡന്റിറ്റി ഉണ്ടാവാൻ പാടില്ല. അതിന്റെ വിക്ടിമാ ഞാനും. അറിയോ? ഇല്ല, എനിക്കറിഞ്ഞൂടാ. എവർഗ്രീൻ മോട്ടോഴ്സിന്റെ ഓഫീസിൽ ചെന്ന് അതിന്റെ മുതലാളി നൌഷാദിനോട് ചോദിച്ചു നോക്ക്, ഭാര്യ എന്തിനാ പിണങ്ങിപ്പോയെന്ന്. അപ്പോ നിങ്ങളും തനിച്ചാണെങ്കിൽ എന്താ? എനിക്കിപ്പോ മനസമാധാനം ഉണ്ടല്ലോ. ഇമ്മാനുവല്ലേ? കൊറേ നാളായിട്ട് ഈ ബിൽഡിങ്ങിന്റെ പണി നിർത്തി വെച്ചിരിക്കാം. തൊഴിൽ തർക്ക വരൂ. തുടക്കത്തിലെ ബുക്ക് ചെയ്തുകൊണ്ട് പഴയ വിലക്ക് 2 ഫ്ലാറ്റ് എനിക്ക് കിട്ടി. കറണ്ടും വെള്ളവും ഒക്കെ ഉണ്ട്. ബാക്കി സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ധാരാളം. പക്ഷെ നല്ല വില കിട്ടിയാ ഇത് 2 ഞാൻ തട്ടും. അപ്പൊ ഒഴിയാ പറ്റില്ല എന്ന് പറയരുത്. ഇതിപ്പോ അധികം നാളൊന്നും വേണ്ടി വരില്ല. വിരലിലെണ്ണാവുന്ന ദിവസം കൊണ്ട് ആ ഡോക്ടറെയും ഭാര്യയെ ഞാൻ ഒന്നിപ്പിക്കും. വിരലിൽ ഇപ്പൊ എത്ര വേണമെങ്കിൽ എണ്ണാലോ. 10 കഴിഞ്ഞാ 11, 12, 13, 100 കഴിഞ്ഞാ 101, 102, 103. താൻ കണ്ടോ? ഞാനേ എന്റെ വർക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെയിന്റ് അടി കഴിഞ്ഞില്ലേ? കഴിയാറായി സാർ. വേഗം തീർക്ക്. ചുമരിന് വേദന ഒന്നും എടുക്കില്ല. ഇവിടെ താമസിക്കാൻ പോകുന്നത് എന്തേ? ഈ ഏരിയയിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലല്ലോ. ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞാലല്ലേ ആൾക്കാർ വരൂ. അതെ, ഒന്ന് വന്നേ. പറയുന്ന കാര്യം മനസ്സിൽ വെച്ചാ മതി. ഈ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോ, ഈ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുമ്പോ ഒരു ജോലിക്കാരൻ താഴെ വീണ് മരിച്ചുപോയി. ഒരു ജോലിക്കാരൻ താഴെ വീണ് മരിച്ചുപോയി. ഡെയിലി രാത്രി അയാളുടെ പ്രേതം ഇങ്ങനെ പാട്ടും പാടി നടക്കുക എന്നോട് വാച്ച്മേ പറഞ്ഞ. നന്നായി. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു കൂട്ടായല്ലോ. നമുക്കോ? ഞാൻ പോവാ. സാധനങ്ങൾ കൈപ്പറ്റിയെന്ന് സാറോ റെസീറ്റ് തന്നാ മതി. റെസീറ്റ് തരാൻ ഓഫീസ് തുറക്കണ്ടേ? ഓഫീസ് തുറക്കാൻ ആ വീട് ഒഴിഞ്ഞു കിട്ടണ്ടേ? അപ്പൊ അതുവരെ നമ്മൾ ഇവിടെ താമസിക്കും. അയ്യോ, തിരിച്ചെന്നില്ലെങ്കിൽ എന്റെ പണി പോവും. ഇപ്പൊ തിരിച്ചു പോയാലാ തന്റെ പണി പോവാ. അതെങ്ങനെ?
ഇവിടെ തന്റെ ശരവണ്ണ മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക് ഷാജഹാനെ എനിക്ക് വേണമെന്ന്. ആ ഒറ്റ ഉറപ്പില്ല അവിടുന്ന് മെറ്റീരിയൽസ് എടുത്തോളാം ഞാൻ സമ്മതിച്ചേ. പഠിച്ചോനെ നിന്നിപ്പോ പോന്നതാണ് ഞാൻ. മാറാൻ ഒരു തുണിയും കൂടി എടുത്തില്ല. തുണിയല്ലേ നമ്മുടെ കയ്യിൽ ഇരിക്കണേ. എന്നാലാ മൊബൈൽ ഫോൺ ഞാൻ മൂപ്പരൊന്ന് വിളിച്ചു പറയട്ടെ. മൊബൈൽ ഫോൺ ഒന്ന് തരാൻ ശരവണ മുതലാളിനെ വിളിച്ച് വിവരം പറയട്ടെ ഞാനിവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഹലോ അച്ഛാ ഇത് ഞാനാ. മോളെ മോളെ എവിടുന്നാ വിളിക്കുന്നത്? സ്കൂളിന്നാ. ഇപ്പൊ ഞങ്ങൾക്ക് പ്ലേ ടൈമാ. അച്ഛനെന്താ വീട്ടിൽ വരാത്തെ? ഉറങ്ങാൻ കിടക്കുമ്പോ എന്നും ഞാൻ അമ്മയോട് ചോദിക്കും അച്ഛനെന്താ വരാത്തെ, അച്ഛനെന്താ വരാത്തേന്ന്. അപ്പോ അമ്മ പറയും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛൻ വരൂന്ന്. അച്ഛൻ എന്നോട് സ്നേഹമില്ലേ അച്ഛാ? പിന്നില്ലാതെ. അച്ഛൻ കുറെ ജോലി തിരക്കിലായിരുന്നു മോളെ. നീ ആരുടെ ഫോണിൽ നിന്നായി വിളിക്കുന്നത്? ഒരു അങ്ങളുടെ ഫോണിന്നാ. അച്ഛൻ ഇപ്പൊ ഓരോ എനിക്കിനി കൊറേ കഴിഞ്ഞിട്ട് ക്ലാസ് ഉള്ളൂ. ഞാനിവിടെ സ്കൂളിന്റെ പുറത്ത് അലീനന്റെ ക്ലാസ് ഇല്ലേ അതിന്റെ പിന്നിലെ ഗ്രൗണ്ടിലുണ്ടാവും. ഓക്കെ ശരി ശരി. അച്ഛൻ എന്താ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു 10 മിനിറ്റ് വിളി വരാന്ന്. ഹായ്. താങ്ക് യു അച്ഛാ. ഞാൻ അച്ഛനോട് മിണ്ടില്ലാന്ന് വിചാരിച്ചതാ. പിന്നെ താ ആംഗ്ല പറഞ്ഞ വിളിക്കാൻ. കണ്ടോ മോൾ എത്ര ഹാപ്പിയായി. ഈ മോളെയും ഇവളുടെ അമ്മയും വിട്ടിട്ടല്ലേ ഡോക്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അന്യനായ എനിക്ക് പോലും ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ തോന്നിയില്ല. ഡോക്ടർ ചെയ്തത് സത്യത്തെ വലിയ തെറ്റാണ്. അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണങ്ങളുണ്ടാവാം, പക്ഷെ പ്രാക്ടിക്കലായി ചിന്തിച്ച് അതിന് പരിഹാരമുണ്ടാക്കാമായിരുന്നു. മഹാന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നതെന്ന്. ഞാൻ മഹാനൊന്നുമല്ല, കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു സാധാരണക്കാരനാണ്. ദേ അമ്മ. സർ പോകരുത്, ഞാനാണ് അവരെയും വരുത്തിയത്. നിൽക്കൂ, ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. എനിക്ക് വേണ്ടി ഒരു അല്പസമയം. നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ചൊന്ന് മീറ്റ് ചെയ്യിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല. അമ്മേ നോക്കമ്മേ, അച്ഛൻ വാങ്ങിച്ചതാ. പ്ലീസ് ഈ മോളെ ഓർത്തെങ്കിലും പ്ലീസ് ഒന്ന് വരൂ പ്ലീസ്. മോളെ കുറച്ചു നേരം കൂട്ടുകാരോടൊപ്പം പോയി കളിച്ച് ഈ പട്ടി അവർക്കൊന്ന് കാണിച്ചു കൊടുത്ത്. ആ ശരി. കുറ്റപ്പെടുത്താനും ന്യായീകരിക്കാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാവും രണ്ടുപേർക്കും. കുറച്ചു മുമ്പുള്ള കാലം ഒന്ന് ഓർത്തു നോക്കുക. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ച് നിങ്ങൾ ഒന്നാകാൻ തീരുമാനിച്ച കാലം. അന്നത്തെ പ്രതീക്ഷകൾ എവിടം തൊട്ടാണ് തെറ്റിയത്. അത് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ നമുക്ക് തിരുത്തിയെടുക്കാം. അങ്ങനെ തിരുത്തേണ്ട തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൽ ഞാൻ തോറ്റു. ഒരു ഭാര്യയ്ക്ക് എപ്പോഴും ഒരു കാമുകയായിരിക്കാൻ പറ്റില്ല. ഭാര്യയാവുന്ന നിമിഷം തൊട്ട് അവളുടെ ഉത്തരവാദിത്വങ്ങൾ കൂടും. അമ്മയായാൽ പ്രത്യേകിച്ചും. അപ്പൊ കൂടെ നിൽക്കുന്ന ഭർത്താവിനെയാണ് അവൾ ആഗ്രഹിക്കുക. അതിനു പകരം അയാൾ സ്വന്തം സുഖം മാത്രം നോക്കി പോകാൻ തുടങ്ങിയാൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. അത് ശരി, അതൊരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയത്? ഞാൻ അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല. നല്ലവണ്ണം പ്രാക്ടീസ് ഉള്ള ഒരു ഡെന്റിസ്റ്റ് ആണ് ഞാൻ. അപ്പൊ കൂടുതൽ സമയം ക്ലിനിക്കിലും പുറത്തുമൊക്കെ ആയിരിക്കും. ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഞാൻ? യെസ്, ഡോക്ടർ പറഞ്ഞതിലും ചെറിയൊരു ന്യായമുണ്ട്. കുറെ പണം തന്നതുകൊണ്ട് മാത്രം ഒരു കുടുംബനാഥന്റെ ചുമതലകൾ തീരുവോ? മോൾക്കൊരു പനി വന്ന ഞാൻ എടുത്ത് ഓടണം ആശുപത്രിയിലേക്ക്. അവൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, ടീച്ചേഴ്സ് അവളെ പറ്റി എന്ത് പറയുന്നു, ഒന്നും അന്വേഷിക്കാറില്ല. അല്ല, അത് തെറ്റാണ്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് ഇതും അന്വേഷിച്ചോണ്ടിരുന്ന ഞാൻ ചെയ്യുന്ന ജോലി നീ ചെയ്യുവോ? നീ ചെയ്യുവോന്ന്? 24 മണിക്കൂറും ജോലിയൊന്നും ഇല്ലല്ലോ. കണ്ട പെമ്പിള്ളേരെ വിളിക്കാനും കൊഞ്ചാനും കുഴയാനും ഒക്കെ ഇഷ്ടംപോലെ സമയമില്ലേ? ഞാൻ ഫോണിൽ ആരോടെങ്കിലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാലോ തമാശ പറഞ്ഞാലോ അതെല്ലാം പെണ്ണുങ്ങളോടാണെന്നാണോ നിന്റെ വിചാരം? വിചാരമല്ല, എന്റെ അനുഭവമാണ്. എത്ര പ്രാവശ്യം ഞാൻ കൈയോടെ പിടിച്ചിരിക്കുന്നു, അതും പറഞ്ഞ് എത്ര വഴക്കെട്ടിരിക്കുന്നു. ക്ലിനിക്കിൽ നിന്ന് വന്ന് കയറുമ്പോഴേക്ക് ഫോൺ അടിക്കാൻ തുടങ്ങും. ഞാൻ എടുത്താൽ മിണ്ടില്ല. ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചത് തന്നെ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാനാ. എപ്പോ നോക്കിയാലും SMS മിസ്ഡ് കോളും.
ഇതൊക്കെ കണ്ടും കേട്ട ഒരു മന്ദബുദ്ധിയായിരിക്കാൻ എനിക്ക് മനസ്സില്ല. ഇവളെ പോലെ സംശയരോഗമുള്ള ഒരു ഭാര്യയുടെ കൂടെ താമസിക്കാൻ എനിക്കും മനസ്സില്ല. സാർ 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 പോവരുത്. ഇല്ല, ഇത് ശരിയാവില്ല. സാർ കരയല്ലേ കരയല്ലേ കരയല്ലേ, കഴിഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ല ഒന്നുമില്ല, കരയല്ലേ, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. കരയല്ലേ. ഈ മരുന്നൊന്ന് കൊടുക്കാനാ. ഇഞ്ചക്ഷൻ എടുത്ത മരുന്ന് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദൈവം കാത്ത തലയിലെ ആ മുറിവ് മാത്രമേ ഉള്ളൂ. കാലിന് 2 ആഴ്ച ബാൻഡേജ് ഇടേണ്ടി വരും. ഇവരൊക്കെ എത്രയല്ല? ഞാൻ സെക്കൻഡില് ഫസ്റ്റില്. നീ വന്നേ. എന്താ മോളുടെ പേര്? മാളവിക. മോന്റെ? മാധവൻ. മാധവൻ, വലിയ ആൾക്കാരുടെ പേരാണല്ലോ. ഇവരെ സ്കൂളിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണോ? അയ്യോ, അപ്പൊ ഇവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. വിശക്കുന്നുണ്ടോ? ഇവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല ഉഗ്രം മസാല ദോശ, ചൂട് ഉഴുന്നുവട, സാമ്പാർ, ചമ്മന്തി, നമുക്ക് പോയി കഴിക്കാം. ഞാൻ ഇവരെ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ? ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോവാ. വാ മക്കളെ. ഈ മസാല ദോശ കഴിച്ചാണ്ടല്ലോ ഭയങ്കര ശക്തി വരും. അപ്പൊ ഉഴുന്നുവടയോ? ഉഴുന്നുവടയ്ക്ക് ഡബിൾ ശക്തി. ഞാൻ ഓർക്കുകയായിരുന്നു. ഞാനും. ഗോപനെ പറ്റിയാണോ? എങ്ങനെ മനസ്സിലായി? ഇത്രയും സ്നേഹവും മര്യാദയുള്ള ആണുങ്ങളുണ്ടോന്ന് ഞാനും ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. അത് മാത്രല്ല രഹന, കെയറിങ് അതെത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പലർക്കും അറിയില്ല. ശരിയാ. മിനിഞ്ഞാന്നേ മാളൂന് ഒരു ഡ്രോയിങ് ബുക്കും പെൻസിൽ ബോക്സും കൊടുക്കാൻ ഗോപം വീട്ടിൽ വന്നിരുന്നു. അവളിപ്പോ ചെറുതായിട്ട് വര തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഈ മൈഗ്രെയിൻ കാരണം തല പൊക്കാൻ പറ്റാതെ കിടക്കുക. തലവേദനയാന്ന് കേട്ടപ്പോ ദേ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി 1/2 മണിക്കൂറിനുള്ളിൽ മരുന്ന് കൊണ്ട് വന്നിരിക്കുന്നു. ഈ പ്രകൃതി ചികിത്സക്കാർ ഉപയോഗിക്കുന്ന ഏതോ ഒരു തൈലം. ആ തൈലം പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ തലവേദന പമ്പ കടന്നു. അവിടെ ഇപ്പൊ ലക്ഷ്മി മോൾക്ക് ഞാനും ഭാനുമതിയൊന്നും വേണ്ട, ഗോപനെങ്കിലും മതി. അവളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുമല്ലോ. ആ, വേറൊരു കാര്യം കേൾക്കണോ? എന്താ? ചമ്മല് കാരണം ഞാൻ പറയാതിരുന്നതാ. ലക്ഷ്മി മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി. അങ്കിളും കൂടി വന്നാലേ മുടി വെട്ടൂന്ന് മോൾക്ക് വാശി. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയാ പോയത്. മേഴ്സി ചേച്ചിയുടെ പാർലറിൽ ഇപ്പൊ ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. അവളാ കട്ട് ചെയ്തത്. പോരാ നേരത്ത് ഗോപന്റെ മുമ്പിൽ വെച്ച് അവള് പറയാ, മോൾക്ക് അച്ഛന്റെ ചായയാണല്ലോ എന്ന്. ഞാൻ ആകെ ഇങ്ങോട്ട് വല്ലാതെയായി. ഓ, അതത്ര കാര്യമാക്കാനൊന്നുമില്ല. മണി അടിക്കാൻ അവറ്റകൾ എന്തും പറയും. അവളെ എന്തിനാ കുറ്റം പറയുന്നേ? ഞങ്ങളുടെ ഓഫീസിലെ ജോസഫേട്ടനില്ലേ, ഗുമസ്തൻ, ഗോപൻ ഒരു ദിവസം അവിടെ വന്ന് പോയപ്പോ പുള്ളിക്കാരൻ ചോദിക്കാ, ഹസ്ബൻഡിനെ എന്താ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താത്തെന്ന്. നിനക്ക് പറയായിരുന്നില്ലേ ഹസ്ബൻഡ് ഒന്നും അല്ലാന്ന്? ഓ, എന്തിനാ പിന്നെ ഓരോന്നിന് വിശദീകരണം കൊടുക്കാൻ നിൽക്കണം? അവർക്കാർക്കും എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. വെയില് മൂത്തു തുടങ്ങി. റെഡിയാണോ? ഓ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. നമ്മുടെ എക്സ്പോർട്ട് ലൈസൻസിലെ ഈ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും പരിശോധനയ്ക്ക് വന്നാൽ പിന്നെ പുലിവാലാകരുതല്ലോ. ബോർഡ് വെക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലേ? ആ ഒരു വിചാരം നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങൾ ഇവിടുന്ന് മാറൂലേ? നിങ്ങൾ മാറാത്തോണ്ടല്ലേ മൂപ്പർക്ക് ഓഫീസ് തുറക്കാൻ പറ്റാത്ത? മൂപ്പർ ഓഫീസ് തുറന്നാലല്ലേ എനിക്ക് റെസീറ്റ് മേടിച്ച് ശരവണം മുതലാളിയുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ഉണ്ടാതിരിടോ, എന്ത് പറഞ്ഞാലും ഒരു ചരവണ മുതലാളി. സത്യമായിട്ടും ഞാനൊരു വാടക വീട് നോക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് കിട്ടാത്തത് കൊണ്ടാ. അതുവരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മുറിയും അടുക്കളയും മാത്രം വിട്ടു തന്നാ മതി.
ബാക്കി സ്ഥലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അയ്യോ അതൊന്നും വേണ്ട, തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. വീടുകൾ കയ്യിൽ വരിക, ഈ കല്യാണം നടക്കുക, ഇതിനൊക്കെ ഓരോ സമയമുണ്ടെന്നാ പറയാ. ഇതെന്റെ കയ്യിൽ കിട്ടാനുള്ള സമയമായിട്ടില്ല. ലക്ഷ്മിക്കുട്ടിയുടെ ഓട്ടോറിക്ഷ എന്ന് വൈകിയോ? കണ്ടില്ലല്ലോ. അങ്കിൾ ഇന്ന് എന്നെ ബൈക്കിൽ കൊണ്ടാക്കും. പിന്നെന്താ, കൊഞ്ചല്ലേ? അമ്മയ്ക്ക് എന്താ അങ്കിളല്ലേ ബൈക്ക് ഓടിക്കുന്നത്? അതിനെന്താ, അവളൊരു ആഗ്രഹം പറഞ്ഞതല്ലേ. വാ, ഒരു മിനിറ്റ്. ഹലോ. ആ എന്ത് സർപ്രൈസ്? ഓക്കെ ഓക്കെ, ഞാൻ വന്നേക്കാം. ആ പ്രമീളയാണ്, പ്രമീള. ഓ ഫാന്റാസ്റ്റിക്. ഇത് വെറുതെ സർപ്രൈസ് അല്ല കേട്ടോ. എടി മാലോട്ടി, നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇനി മോക്ക് വരയ്ക്കാനുള്ള കടലാസ്, പെയിന്റ്, ബ്രഷ് എല്ലാം അങ്കിളിന്റെ വക. നിന്നെ ഒരു വിശ്വോത്തര ചിത്രകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നെ കാണിക്കാതെ വെച്ചിരിക്കുന്നു. പഠിക്കാനുള്ള നേരത്ത് കുത്തി വരയ്ക്കണ കാണുമ്പോ ഇവള് വഴക്ക് പറയാറുണ്ട്. ഇനി എന്റെ മാളൂട്ടി ആരും വഴക്ക് പറയരുത്. മാധവൻ മാഷിന് എന്ത് പറ്റി? മാറിയിരിക്കുന്ന മോൻ ഏതാ ഇഷ്ടം, പടം വരയ്ക്കുന്നതോ പാട്ട് പാടുന്നതോ? അവന് തല്ലുകൂടാൻ. കണ്ണ് തെറ്റിയ ഫൈറ്റാ രണ്ടാളും കൂടി. ഫൈറ്റിന് എന്താ കുഴപ്പം? നമുക്ക് ഫൈറ്റ് ചെയ്ത് ജെയിംസ് ബോണ്ട് പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ ആകാം. അപ്പൊ അമ്മ എന്താ പറയുന്നത് കേൾക്കാമല്ലോ. ഹലോ. ആ ഇല്ലില്ല, പറഞ്ഞോളൂ. സസ്പെൻസ് ആണോ? ആ ഞാൻ വന്നേക്കാം. രഹന വക്കീലാണ്. ഒന്ന് വെച്ച് നോക്ക്. നന്നായി ചേരുന്നുണ്ട്. ആണോ? കൊള്ളാം. പക്ഷെ എനിക്ക് ഒരുപാട് ഗ്ലാസുകളുണ്ട്. ഇത് വക്കീൽ ഓഫീസിൽ ആർക്കെങ്കിലും കൊടുത്തേക്കണം, അവർക്ക് സന്തോഷം. അവരങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. ഇതെന്റെ പപ്പ ദുബായിന്ന് കൊടുത്തേച്ചതാ. ആര് നാട്ടിലേക്ക് വരുന്നു പറഞ്ഞാലും പപ്പ ഒരു കെട്ട് സാധനങ്ങൾ കൊടുത്തേക്കും. താങ്ക്സ്. പപ്പയ്ക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ അസ്സലാം വലൈക്കും. ഇതെന്താ ഈ ഭയങ്കര ബഹളം കേൾക്കുന്നത്? താഴെ ഹൗസ് ഓണറുടെ മോള് ഏതോ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിഹേഴ്സലാ. ശരി, അപ്പൊ വക്കീലിന്റെ കേസ് പഠിത്തവും നോട്ട് എടുക്കലും ഒക്കെ നടക്കട്ടെ. കാണാം. താങ്ക്സ്. ഷാജഹാനെ, ഓ ഒരു പന്ന ചായ. ആ ഇമ്മാനുവൽ സാർ അന്വേഷിച്ചു വന്നിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എവിടെ പോയി? അയ്യോ, ഒന്നും പറയണ്ട. പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കേരളമല്ല ഇവിടെ. ആളുകളും വ്യവസ്ഥിതിയും ഒന്നും ശരിയല്ല. നമ്മളും ശരിയല്ലല്ലോ. സ്വന്തം ജോലികൾ ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഓടുകയല്ലേ. ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ കുറെ മെറ്റീരിയൽസ് കയറ്റി അയക്കാമെന്ന് ഏറ്റിട്ടുള്ള. ഇനി അത് നടക്കണമെങ്കിലേ വല്ല മഹാ അത്ഭുതവും സംഭവിക്കണം. ഒരു മഹാ അത്ഭുതം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. എന്താ? മോള് പോയോക്ക്. ഇവിടെ അല്ല, ടെറസിന്റെ മോളില്. ഭാനുമതി, മോള് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയില്ലേ? ആ അത് മറന്നാ. ഈ കിടാവിനെ കൊണ്ട് ഞാൻ തോറ്റു. അവളെ എന്തിനാ കുറ്റം പറയുന്നേ? നീയല്ലേ എടുത്തു കൊടുക്കേണ്ടത്? ഇത് നല്ല കൂത്ത്. പെണ്ണെ കിട്ടുകയോ? ഇങ്ങത്താ, ഞാൻ പോകുമ്പോ കൊടുത്തോളാം. പോകാനുള്ള തിരക്കിലാണല്ലേ? ആ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. എന്തേ? ഇന്നലെ ഒരു ഓഫർ തന്നുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. ഈ മുറി മാത്രം കിട്ടിയാൽ ഇപ്പോൾ വലിയ ഉപകാരമായിരുന്നു. ഞാൻ 1-2 സ്റ്റാഫിനെ പറഞ്ഞു വെച്ചേ, അതിലൊരാൾ വന്നു. അതിനെന്താ, നോ പ്രോബ്ലം. ഭാനുമതി, ഈ മുറിയിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. വരൂ. കമല, ഈ കുട്ടിയാണ് ഓഫീസ് ഇൻചാർജ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ട്രീസ. നല്ല മിടുമിടുക്കിയായ ഒരു മോളുണ്ട്. സ്കൂളിൽ പോയല്ലേ? ജികെ പറഞ്ഞിരുന്നു. ജി കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗോപകുമാറിന്റെ ഷോർട്ട് ഫോം ജി കെ. ഈ സാറ് ബോസ് എന്നൊന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കമല, ടേബിള് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം സ്റ്റോക്ക് ഒക്കെ ഇവിടെ വെക്കാം. സ്റ്റോക്ക് വെക്കാൻ വേറെ മുറികൾ ഉണ്ടാവല്ലോ അല്ലേ ചേച്ചി? ഉണ്ട്. ഈ ചുരിദാർ എവിടുന്നാ വാങ്ങിച്ചത്? തയ്പ്പിച്ചത്. നന്നായിട്ടില്ല. ഈ കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ചേച്ചിക്ക് നല്ലത് ലൈറ്റ് കളേഴ്സാ. ഈ സെൽഫ് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് എനിക്കിതാ ഇഷ്ടായത്. പറഞ്ഞു ചെയ്യിച്ചതാ. അല്ല, ഇടുന്നവരുടെ കംഫർട്ടാ പ്രധാനം. ഈ ഡ്രസ് സെൻസ് ഉള്ളവർ നമ്മുടെ നാട്ടിൽ വളരെ കുറവല്ലേ ജിക്ക്? ഞാൻ പോയിട്ട് വരാം. ശരി, ദേ വന്നേ. നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതെ,
ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയരുത്. അത് അവർക്ക് ഇഷ്ടമായിട്ടില്ല. സോറി. എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? സോറി. തെറ്റായിപ്പോയി. നീ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഗോപനോട് വിരോധം ഉണ്ടായിട്ടല്ല, നിന്റെ വീട്ടിൽ വേറെ കുറെ ആളുകൾ ഇങ്ങനെ മേഞ്ഞു നടക്കാന്ന് പറഞ്ഞ ലീഗലി ഇനി നിന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനും എളുപ്പം. ഓഫീസ് ഫംഗ്ഷൻ ചെയ്തു തുടങ്ങിയല്ലോ. അത് പിന്നെ എന്തൊക്കെയായാലും അയാളുടെ സ്ഥലമല്ലേ. ചോദിച്ചാ നോന്ന് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞാല്? എടുത്തടിച്ച പോലെയൊന്നുമല്ല, സാവധാനം പൊളൈറ്റായിട്ട് പറയണം. അയ്യോ അത് ബുദ്ധിമുട്ടാവൂല്ലോന്ന്. നീ അവിടെ താമസിക്കുന്നിടത്തോളം കാലം അത് നിന്റെ പ്രിവിലേജാ. ഈ സാധനം കാണാൻ എങ്ങനെയുണ്ട്? ആ, ഒരാനച്ചന്തം. ഈ കോഴ്സ് പഠിച്ച ആണുങ്ങളെ ആരെയും കിട്ടിയില്ല അയാൾക്ക്. ഇതൊക്കെ പിന്നീട് ചീത്തപ്പേരുണ്ടാവാനുള്ള വഴികളാ, പ്രത്യേകിച്ച് അയാളൊരു ബാച്ചിലർ ആയ നിലയ്ക്ക്. ആ, എന്റെ മനസ്സമാധാനം പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. ആദ്യം അവൾ ഏതാ ടൈപ്പെന്ന് നമുക്കൊന്ന് അറിയണം. അതിനെന്താ വഴി? அண்ணாச்சி நீங்க திருப்பூர் வழியா போன சரவணமலையோட ஒரு விவரம் പറയാനാ? இல்லண்ணே, நாங்க எங்க ஸ்ட்ரெயிட்டா சேலம் போறேன். ശരി പോങ്കോ, നമ്മൾ ഇവിടെ കുടുങ്ങി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേറെ കോമ്പിനേഷൻ ഇതെവിടെ ഇറക്കി വെക്കേണ്ടത്? തൽക്കാലം അവിടെ എവിടെയെങ്കിലും വെക്കേ, പിന്നെ മാറ്റാം. ഓ എടി പെണ്ണേ, വന്നൊന്ന് സഹായിക്കേ. അയ്യടാ, പോയി തരാ കെട്ടിയോളോട് പറ. This is also ദേ ചേച്ചി വിളിക്കണോ? ചേച്ചിയെ വിളിക്കണോന്ന്. എന്നെ പോയില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇവിടെ ഇല്ലെന്ന്. ഞാനോ? അല്ല, ഞാനൊരു കാര്യം ഇങ്ങനെ പറയണോ വേണ്ടയോ എന്ന് വിചാരിക്കായിരുന്നു. എന്താണ്? ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയോ ഗോപന്? ഏത് പെണ്ണിന്റെ? ആ കമലയുടെ. ആ, പിന്നെ ഫുൾ ബയോഡേറ്റ്സ് നമ്മുടെ ഇരിക്കല്ലേ. നല്ല മിടുക്കി കുട്ടിയാ. ഇപ്പോഴത്തെ പെൺകുട്ടികളെ മുഴുവൻ കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ പാവങ്ങളായിരിക്കും, തരം കിട്ടുമ്പോഴാ തനിനിറം മനസ്സിലാവുക. ഈ കുട്ടി അങ്ങനെയൊന്നുമല്ല. ഇവളങ്ങനെയാണെന്നല്ല, പക്ഷെ പൊതുവെ ഇപ്പൊ കേൾക്കുന്നത് മുഴുവൻ അത്തരം കഥകളാ. പുറമേന്ന് ആരെങ്കിലും പുഷ് ചെയ്ത് ഇവളൊരു കടലാസ് കൊടുത്തോന്ന് വിചാരിക്കുക. ജോലി സ്ഥലത്ത് വെച്ച് ഇയാളെന്നെ പീഡിപ്പിക്കുന്നു. നമ്മൾ തൂങ്ങിയോ? ഉറക്കെയൊന്ന് ചീത്ത പറഞ്ഞ അതും ഇപ്പൊ പീഡനത്തിന്റെ വകുപ്പിലാ. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, പ്രമീളയോടും രഹനയോടും ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. അവര് പറഞ്ഞ ഐഡിയ. ഒരു ഫ്രണ്ട്ലി ടോക്കിന് വേണ്ടി ഗോപൻ അവളെ ഞങ്ങളുടെ അടുത്തൊന്ന് എത്തിച്ചതാ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ വേഗം മനസ്സിലാവും. കുഴപ്പക്കാരിയല്ലെന്ന് ബോധ്യായ പിന്നെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാലോ. ഒരു കോഫി കഴിച്ചിട്ടോ? ഒന്ന് ചിരിക്കടോ, മുഖം ഒന്ന് തെളിയട്ടെ. ഞാൻ അന്നേ പറയാറില്ലേ, ആ പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ആ വ്യക്തികളുടെ മനസ്സ് ശരിയല്ലെന്ന്. മനസ്സെങ്ങനെ ശരിയാവാനാ ഇമ്മാനുവൽ? അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ധൈര്യത്തിന്റെ ഒരു മുഖംമൂടി ഇട്ടിട്ടുണ്ടെന്നേ. 3 പേർക്കും ഉള്ളിൽ നല്ലോണം വിഷമമുണ്ട്. അതിന്റെ റിയാക്ഷൻ ചിലപ്പോൾ ദേഷ്യമാകും, വെറുപ്പാകും, അസൂയാകും. അല്ലാതെ കമലയോട് പേഴ്സണലായിട്ട് അവർക്ക് എന്തിനാ വിരോധം തോന്നുന്നത്? ദേ, ഈ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് നോഹയുടെ പേടകം പോലെയാ. പാമ്പും പുലിയും കരടിയും മാനും ഒക്കെ അതിനകത്തുണ്ടാവും. ഒരു നയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ ഇതെല്ലാം കൂടി കടിപിടി കൂടി അത് മുക്കുന്നുള്ളത് ഉറപ്പാ. ട്രീസ, പ്രമീള, രഹന, ഈ 3 പേരുടെയെങ്കിലും പേടകം മുങ്ങാതെ നമുക്കൊന്ന് കരക്കടിപ്പിക്കണ്ടേ? ഒരിക്കൽ കുറെ ശ്രമിച്ചതല്ലേ, എന്നിട്ട് എന്തായി? ആ റൂട്ടല്ല ശരി. ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണം. ചിലപ്പോൾ കമലയ്ക്കും അതിന് സഹായിക്കാൻ പറ്റും. ഞാൻ റെഡിയാ. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനും റെഡി. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ അതിനുള്ള നീക്കം ആരംഭിക്കുന്നു. ലെറ്റ് us start. ശബ്ദമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുതെന്ന്. മിണ്ടാതിരിക്ക് കുട്ടി, മിണ്ടാതിരിക്കാൻ. ശബ്ദമുണ്ടാക്കരുത്. ഒന്നുമില്ല, തീർന്നു. ഒതുക്കാൻ. ശബ്ദമുണ്ടാക്കരുത്. ഇങ്ങനെ നിലവിളിച്ച കേൾക്കുന്നവരെന്താ വിചാരിക്കും? ഇവള് പണ്ട് മുതലേ ഇങ്ങനെയാ ഡോക്ടർ. ഒരു മുള്ളു തറച്ചാ മതി, തല പോണ പോലെ അലറി വിളിക്കുക. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സൂക്ഷിക്കണം.
ഈ ഗുളിക ദിവസം 2 നേരം വെച്ച് കൊടുക്കണം. ശരി. ഓക്കെ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ ഡോക്ടർ. ഞാൻ ട്രീറ്റ്മെന്റിന് വന്നതല്ല. ഇരിക്കൂ. എന്റെ പേര് കമല. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയൊരു ജോലിയുണ്ട്. ഹോസ്റ്റലിലാ താമസം. ഇടയ്ക്കൊക്കെ ചില വനിതാ മാഗസിനുകളിൽ ഫീച്ചർ എഴുതാറുണ്ട്. അതാ ഡോക്ടറെ കാണാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ വേണം. എന്റെയോ? ഞാനാര്? വെറും ഒരു പല്ല് ഡോക്ടർ. അത് ഡോക്ടർക്ക് പറയാം. പുറമേ നിന്ന് നോക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഡോക്ടർ അത്ഭുത. എത്ര കഥകളാ കേട്ടിരിക്കുന്നത്. വിരൂപയായ പെൺകുട്ടിയെ സുന്ദരിയാക്കിയത്, കല്യാണം കഴിക്കാതെ നിന്നുപോയ അവളെ മുമ്പ് വേണ്ടെന്ന് പറഞ്ഞ ആള് തന്നെ വന്ന് കെട്ടിയത്. അങ്ങനെ കുറെ ഉണ്ട്. അവരൊക്കെ എന്നെ ദൈവത്തെ പോലെ കാണുന്നത്. ഈ സിറ്റിയിൽ എന്നെ പോലെ കഴിവും ബുദ്ധിയും ഒരുമിച്ച് ഉപയോഗിക്കുന്നവർ വേറെ ഇല്ലെന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. പേരെന്താന്നാ പറഞ്ഞത്? കമല. സ്വീറ്റ്. പെട്ടെന്നൊരു താമരപ്പൂവിന് ഓർമ്മ വരും. താങ്ക് യു. ഞാൻ ഡോക്ടറെ സമയം കളയുന്നില്ല. സൗകര്യമായിട്ടൊന്ന് സംസാരിക്കണം. എപ്പോഴാന്ന് പറഞ്ഞാൽ ഞാൻ വരാം. സൗകര്യമായിട്ടൊന്ന് പറയുമ്പോ ഞായറാഴ്ച മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ. മതി. അപ്പൊ ശനിയാഴ്ച വിളിക്കാം. കമലയുടെ മൊബൈൽ നമ്പർ തന്നോളൂ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എനിക്ക് മൊബൈൽ ഇല്ല. മൊബൈൽ ഇല്ലേ? എല്ലാരും കൊണ്ടു നടക്കുന്നതല്ലേ. അപ്പൊ ഒരു ചേഞ്ച്. വണ്ടർഫുൾ. ഇത്രയും ഡിഫറന്റ് ആയ ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പൊ സാറ്റർഡേ. താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പേര് പറഞ്ഞില്ല. അങ്ങനെ പേരുള്ള ഹോസ്റ്റലൊന്നും അല്ല. ഒരു റിട്ടയർഡ് ടീച്ചറുണ്ട്, കാർത്തിയാനി ടീച്ചർ. അവരുടെ വീട്ടിൽ ഞങ്ങൾ 3-4 പേരും കൂടി താമസിക്കുക. ശരി. കാർത്തിയാനി ടീച്ചർ അതെവിടെ? ഹലോ, അതെ ടീച്ചറാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ കുട്ടി ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇതും പറഞ്ഞിങ്ങോട്ട് വിളിച്ചേക്കരുത്. ആരായി ഡോക്ടർ മുരളീകൃഷ്ണൻ? എന്തേ? ഇപ്പൊ 6 തവണയായി അയാൾ ഇവിടെ വിളിക്കുന്നു. സന്ധ്യയ്ക്ക് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. അനാവശ്യമായ ആണുങ്ങളുടെ വരാൻ പാടില്ല, വിളിക്കാൻ പാടില്ല ഒക്കെ സമ്മതിച്ചിട്ടല്ലേ താമസം തുടങ്ങിയത്. ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടില്ല ടീച്ചർ. കൊടുത്താലും ഇല്ലെങ്കിലും മേലാൽ അയാളോട് വിളിക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല, പോയില്ല. ഇന്നിവിടെ ജമീലെ കാണാൻ ചിലർ വരുന്നുണ്ട്. അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അവരാദ്യം വന്ന് കുട്ടിയെ കാണട്ടെ. മക്കളെ, നിങ്ങളെ പുറത്തു പോയി കളിക്ക്. ആമിന, നെയ്ച്ചോറ് ഇറക്കി വെച്ചിട്ട് ആ അടുപ്പത്ത് ചെമ്മീൻ പൊരിച്ചു. അത് ചിലപ്പോ ആദ്യം കൊടുക്കേണ്ടി വരും ചായന്റെ കൂടെ, കേട്ടാ. അല്ല, ചായന്റെ കൂടെ പാലപ്പവും മട്ടൻ കറിയും കൊടുത്താ പോരെ? അത് ചോറിന്റെ കൂടെ കൊടുത്താ മതി. ഇപ്പൊ തിന്നാ പിന്നെ ചോറൊന്നുമില്ല. അത് നേരാ. നീ എന്താ ജമീല, ഒരുങ്ങിയില്ലേ? ഇങ്ങനെയൊക്കെ മതി. ആഹാ, ഞാൻ ചോദിച്ചപ്പോ ഓള് പറയാ കാണാൻ വരണത് ചെക്കനൊന്നും അല്ലല്ലോന്ന്. ചെക്കന്റെ ബാപ്പയ്ക്കാ ആദ്യം പിടിക്കേണ്ടത്. പറഞ്ഞു കേട്ടതേ മൂപ്പർ അവരുടെ നാട്ടിലെ വലിയ സുൽത്താനാണെന്നാ. തേക്കുമൂട്ടിൽ അലിക്കോയ തങ്ങള്. അസ്സലാമലൈക്കും. അകത്തേക്ക് ഇരിക്കാം, വരും. ഏയ് നിക്ക് നിക്ക് നിക്ക്, അങ്ങനെ ഓടിപ്പോവാൻ വരട്ടെ. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ കമ്പ്യൂട്ടർ പഠിക്കണ്ട്. വെറുതെ കുത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഇതിപ്പോ പണ്ട് ടൈപ്പ് പഠിക്കാൻ പോണ പോലെ. 10 തോറ്റാലും ജയിച്ചാലും കല്യാണം കഴിയണവരെ പെൺകുട്ടികൾക്ക് ചെന്നിരിക്കാൻ ഒരു സ്ഥലം. ഇപ്പൊ ടൈപ്പ് മാറി കമ്പ്യൂട്ടറായി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവള് BA കഴിഞ്ഞതാ. ഓ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പഠിപ്പിന്റെ കാര്യത്തിൽ തങ്ങള് കണിശക്കാരനാ. മൂപ്പരുടെ ഒരു മോള് ഡോക്ടർ, വേറൊരു കോളേജിൽ ടീച്ചർ. ഇവക്ക് ആലോചിച്ച പയ്യൻ ദുബായ് ഷെയ്ഖിന്റെ മരാമത്തിലെ എഞ്ചിനീയർ. അല്ല, വീട്ടുകാരെ ആരെയും പരിചയപ്പെട്ടില്ല. നമ്മൾ പിന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇത് ഉമ്മ. ഓ, അമ്മായി. ഓ, ബാപ്പാന്റെ പെങ്ങള്, പെങ്ങടെ മകള്. ഇത് ബഷീർ ഖാന്റെ വൈഫ്. ആ, അപ്പൊ എന്റെ കെട്ടികൾ എന്തിയെ? കല്യാണം കഴിച്ചിട്ടില്ലേ? മുസ്തഫ, നമ്മള് വല്ല വേണ്ടാതീനം പറഞ്ഞ ആരും ഒന്നും മുണ്ടണില്ലല്ല. കല്യാണം കഴിച്ചിട്ടില്ലേന്ന് ചോദിച്ചാല് വേണ്ടാതീനൊന്നുമില്ല തങ്ങളെ. കല്യാണമൊക്കെ കഴിഞ്ഞു. ഓനിപ്പോ കെട്ടിയോളായിട്ട് അത്ര ചേർച്ചലല്ല. അതിലിപ്പോ എന്താ ഇത്ര പുതുമ? 2 കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ. നമ്മുടെ ചേലിക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ മിടുക്കം. ആട്ടെ, എന്താ ആറാം പറഞ്ഞോളൂ എന്നോട് കാണിച്ചേ? ഒന്നുമില്ല, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓള് വക്കീല് പരീക്ഷ ജയിച്ചതാ. ഇവൻ ജോലിക്ക് വിടില്ല എന്ന് പറഞ്ഞാ തെറ്റിയത്.
വക്കീല് ഭാഗം വരെ പഠിച്ച ഒരു പെൺകുട്ടി പണിക്ക് പോണെന്ന് പറഞ്ഞാൽ എന്താടോ തെറ്റ്? മുസ്തഫ, അതില് തെറ്റുണ്ടാ? അതിലൊരു തെറ്റുമില്ല തങ്ങളെ. തങ്ങളുടെ ഉമ്മ ടീച്ചറായിരുന്നു. കടം കയറി വാപ്പാടെ ഓട്ട് കമ്പനി പൂട്ടിയപ്പോ ആ ഒറ്റ വരുമാനത്തിലാ കുടുംബം പിടിച്ചു നിന്നത്. ഈ ഉദ്യോഗം എന്ന് പറഞ്ഞാ പെൺകുട്ടികൾക്ക് അതൊരു ബലമല്ലേ നൗഷാദെ? ഞങ്ങൾ കുറെ പഴയ വിശ്വാസക്കാരാ. മാത്രമല്ല ഭാര്യയെ ജോലിക്ക് അയക്കാതെ കഴിയാനുള്ള ചുറ്റുപാടുമുണ്ട്. മുസ്തഫ എണീക്ക്. ഈ തറവാട്ടിൽ നിന്ന് നമുക്ക് പെണ്ണ് വേണ്ട. ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ്. കാലം മാറിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. തങ്ങളെ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. തുടക്കത്തിലെ കല്ല് കടിച്ചാ പിന്നെ അത് ശരിയാവൂല. പെണ്ണുങ്ങള് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആവണ കാലമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഗവർണർമാരും ജഡ്ജിമാരുമായ പെണ്ണുങ്ങളില്ലേ? പഠിച്ച പെൺകുട്ടികളെ പിടിച്ച് അടുക്കളന്റെ ഉള്ളിൽ കെട്ടിയിട്ട് ബിരിയാണിയും കോഴിക്കറിയും വെപ്പിക്കുന്നത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. പടച്ചോന്റെ കിതാബില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ സ്ഥാനമാണ്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എത്ര നോമ്പെടുത്തിട്ടും നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോ അള്ളാഹുവിന്റെ സിംഹാസനം വിറകൊള്ളും എന്നാ നബിവചനം. അല്ല തങ്ങളെ, നീ ആദ്യം പോയി എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവാ. അതറിഞ്ഞാൽ നമ്മൾ വീണ്ടും വരും. പ്രായച്ചിത്തത്തിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല. ഇന്നല്ലാഹ മഹാസാബരി, ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ. ബൈബിളിന്റെ കാര്യം എന്നോട് ആരെങ്കിലും ചോദിച്ചാ പോയി വണ്ടി ഇടിച്ചിടാൻ പറയടാ. നമുക്ക് പിടിച്ചു പോയെങ്കിൽ എനിക്ക് ജോലിയായനെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഇയാളുടെ പെർഫോമൻസ് കണ്ടപ്പോ ഞാനും ഒന്ന് പേടിച്ചതാ. പെർഫോമൻസിന് എന്താ കുഴപ്പം? ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല. ക്ലബിന്റെ ഓണാഘോഷത്തിന് മാവേലി ആയിട്ട് വന്നപ്പോ എന്റെ ഭാര്യയ്ക്ക് പോലും എന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ മാവേലി മാത്രമാക്കണ്ട, ഭ്രാന്തൻ, രാജാവ്, യാചകൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചോ. എന്തിനാ? റിയൽ എസ്റ്റേറ്റ് പൊട്ടിയാലും ജീവിക്കാൻ ഒരു മാർഗമാവൂല്ലോ. പ്രമീള ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? കുറെയൊക്കെ. അയാളിപ്പോ ആ ഫ്ലാറ്റിൽ തനിച്ചാ താമസം. ബന്ധുവായിട്ട് ആകെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങേരുമായിട്ട് അത്ര രസത്തിലൊന്നുമല്ല. എന്റെ അമ്മേ, ഈ താടി വെച്ച് നടക്കണവരെ സമ്മതിക്കണം കേട്ടോ. എന്താ ചോർച്ചില്. അത് കൊടുത്ത് മാറ്റിക്കോ. അയ്യോ കമല, കുറച്ച് സംസാരിക്കാനുണ്ട്, വന്നേ. ഗുഡ് മോർണിംഗ്. അവിടെ കേട്ടെ, ഒന്നുകിൽ എന്നെ ശരവണ മുതലാളിയുടെ അടുത്തേക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ പുറത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തുതരാം. ഇവിടെ കുഴപ്പങ്ങളല്ലേ ഉള്ളൂ. അവിടെ ശരവണ മുതലാളി കൈവെള്ളായിട്ട് തന്നെ കൊണ്ടെടുക്കണേ. ലോഡ് കൊണ്ട് 4 ട്രിപ്പ് പോയെന്നാ പിന്നെ റെസ്റ്റാ. ഇവിടെ തനിക്ക് എപ്പോഴും റെസ്റ്റ് അല്ലേ? ആർക്ക് റെസ്റ്റ്? എവിടെ റെസ്റ്റ്? അതെ, ഇവിടെ ചോറും കൂട്ടാനും വെച്ചുണ്ടാക്കണാരാ? അകടിച്ചാരനാരാ? അത് താൻ തനിച്ചായാലും താൻ ചെയ്യേണ്ടതല്ലേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്റെ ഇവിടെ താമസിക്കാന്ന് വെച്ചോ. താൻ ഷാജഹാൻ ചക്രവർത്തി, ഞാൻ വെറും ഒരു പ്രജ. അതൊക്കെ ഞാൻ സഹിച്ച്. പക്ഷെ മൂന്നാമതൊരാൾക്ക് വെച്ചോളമാൻ എന്നോട് പറയരുത്. അതാരാ മൂന്നാമതൊരാൾ? കയറി നോക്ക്, അപ്പൊ മനസ്സിലാവും. ദൈവമേ, നീ മറ്റേ പ്രേതമാണോ? അയ്യോ, ഇതെന്ത് പറ്റി? കാർത്തിയാനി ടീച്ചർ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയോ? പുറത്താക്കിയതല്ല, ഞാൻ ഇറങ്ങി പോന്നതാ. കാരണം അവർക്ക് സംശയം ഞാൻ ഏതോ തീവ്രവാദിയാണെന്ന്. അയ്യോ, ചോദ്യം ചെയ്യലും ചുറിഞ്ഞ വർത്താനോ. സൈ കെട്ടപ്പോ നിങ്ങക്ക് മനോരോഗമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ദുർനടപ്പുകാരിയാണെന്ന് അവര്. അത് സമയത്ത് കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് തോന്നുന്നതാണെന്ന് ഞാൻ പറഞ്ഞങ്ങ് തെറ്റി. പിന്നെ പെട്ടി കിടക്കെടുത്ത് ഞാനിങ്ങി പോന്നു. എങ്ങനെയുണ്ട്? ഇവിടെ ഞങ്ങളെ 2 ആണുങ്ങളല്ലേ തക്കിട തരികിടാന്നും പറഞ്ഞ് താമസിക്കുക. വാങ്ങിയ വീടാനും ഒഴിയുന്നില്ല. ഒഴിയണമെന്നുള്ള ചിന്ത ആ സ്ത്രീ കേട്ടില്ല താനും. ആ സ്ത്രീ ഒഴിയണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ പിന്നെ ഞാൻ താൻ ഒരു ശരവണ മുതലാളിയുടെ അടുത്തേക്ക് പോകുന്നില്ല. ഇന്നാ ഞാൻ പോയി ചായക്കോട്ടെ, അതും പറയാൻ പാടില്ലേ? അല്ലാതെ ഇതെന്താ മൂന്നാളും കൂടി ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നും അല്ല, ഞങ്ങള് സറണ്ടർ ചെയ്തു എന്ന് പറയാൻ വിളിച്ചതാ. സറണ്ടറോ? എന്തിന്? അന്നത്തെ ആ മാലയുടെ സംഭവമില്ലേ, സത്യത്തിൽ അത് ഞങ്ങള് 3 കൂടിയാ പ്ലാൻ ചെയ്തത്. കമലയെ കള്ളിയാക്കാനൊന്നും ആയിരുന്നില്ല. കോളേജിലൊക്കെ ജൂനിയേഴ്സിനോട് ചെയ്യുന്നത് പോലെ ചെറിയൊരു റാഗിങ്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് പൊളിഞ്ഞതോടെ ഇവളാകെ അപ്സെറ്റ് ആയി. കമലയുടെ മുമ്പിൽ വരാൻ പോലും മടി. അയ്യോ, അത് ഞാൻ അറിയണ്ടേ? അപ്പൊ മാലേന്റെ ബാഗിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ കമലയാകെ ചമ്മിപ്പോകില്ലേ? അപ്പൊ അവള് സത്യം പറയും, ഞങ്ങളും വരും, എല്ലാരും കൂടി അതൊരു നല്ല തമാശയാക്കുമായിരുന്നു. ആണോ ചേച്ചി? ഛേ, അതൊക്കെ ഞാൻ കുളമാക്കി. അല്ലെങ്കിൽ തന്നെ കുറച്ചു ദിവസമായിട്ട് എനിക്ക് ജാതകദോഷ. ഇപ്പൊ തന്നെ ഒരു കാര്യം ഇല്ലാണ്ട് താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോണ്ടി വന്നില്ലേ? അതെന്തിനാ? ഒന്നും പറയണ്ട ചേച്ചി. ഹോസ്റ്റലിന്റെ ഓണർ ഒരു ടീച്ചർ, ഒരൊടക്ക് പാർട്ടി. ഒന്നിനും സ്വാതന്ത്ര്യം തരില്ല. ആരും ഫോൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല, ആണുങ്ങളാരും വരാൻ സമ്മതിക്കത്തില്ല. കൊറേയൊക്കെ ഞാൻ ക്ഷമിച്ചു.
നിവർത്തിയില്ലാതെ വന്നപ്പോ അവരെ കുറെ ചീത്ത വിളിച്ചിട്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് താമസിക്കാൻ വേറെ സ്ഥലം കിട്ടിയോ? അതിന് വേറെ സ്ഥലത്ത് താമസിക്കാൻ GK സമ്മതിക്കണ്ടേ? അങ്ങേര് താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഇമ്മാനുവൽ സാറിന് വേറൊരു ഫ്ലാറ്റ് കൂടിയുണ്ട്. തൽക്കാലം അവിടെ കുടിക്കൊള്ളാൻ പറഞ്ഞു. ആ ബിൽഡിങ്ങിലാകെ 2 ഫ്ലാറ്റേ താമസിക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ. ബാക്കിയൊന്നും നിന്നെ പണി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കെ. GK കുറെ ജോലി ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്നത്. ഒന്നും ആയിട്ടില്ല. അല്ല, ആ ബിൽഡിങ്ങിൽ കമല തനിച്ചല്ലല്ലോ, തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ് GK ഇല്ലേ? എന്നാലും രാത്രിയൊക്കെ കൂട്ടിനൊരാളില്ലാതെ പേടി തോന്നില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്റെ ജനവാതിൽ നോക്കിയാ GKയുടെ മുറി കാണാം. എന്താവശ്യത്തിനും ഏത് പാതിരാത്രിയിലും ഒന്ന് കൈ തട്ടിയാ മതി. ഞാൻ ഓടി വന്നാളാന്നാ GK പറഞ്ഞിരിക്കുന്നത്. എന്താ? എണ്ണ തേച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. പൈപ്പിൽ വെള്ളം വരുന്നില്ല. ആണോ? ഒരു മിനിറ്റ്. എന്താ? ഡ്രസ് തേക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നില്ല. ഒരു മിനിറ്റ്. One minute. മാറിയേ. ഡോക്ടർ ചിരിക്കൂ. ഇനി കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ. ഡോക്ടർ, കുടുംബം? അതൊക്കെ വലിയ കഥയാണ് കുട്ടി, പറഞ്ഞാ പെട്ടെന്നൊന്നും തീരില്ല. വിശദമായിട്ട് പറയാമെങ്കിൽ കേക്കാൻ ഞാൻ റെഡിയാ. ഇന്ന് വേണ്ട, അടുത്ത തവണ കാണുമ്പോഴാകാം. ഇനി വല്ല പല്ലുവേദന വന്നാലേ ഡോക്ടറെ ഞാൻ കാണാൻ വരൂ. അല്ലാതെ തന്നെ നമ്മൾ തമ്മിൽ കാണുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഒരു ഇൻറ്റ്യൂഷൻ. ശരിക്കും നമ്മൾ ഇപ്പൊ 2 തവണയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ എനിക്ക്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ കമല എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കെന്നെ വിളിക്കണം. ഡോക്ടർ എപ്പോഴും തിരക്കിലാവില്ലേ? എന്ത് തിരക്കുണ്ടായാലും വേണ്ടപ്പെട്ടവർ വിളിക്കുന്ന ഒരു സന്തോഷമല്ലേ. പിന്നെ മൊബൈൽ അത്ര നല്ല ഏർപ്പാടല്ലെങ്കിലും അത്യാവശ്യത്തിന് ഒരെണ്ണം വേണം. അല്ല, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. നോക്കട്ടെ. ഞായറാഴ്ച ആണെങ്കിലും ഓഫീസിലൊന്ന് പോണമായിരുന്നു. ബോസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ ബസ് ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും വൈകുമെന്നാ പേടി. എന്തിനാ ബസ് ഓട്ടോ ഒക്കെ? കമലയെ ഞാൻ ഡ്രോപ്പ് ചെയ്യും, കേറിയട്ടെ. നമ്മുടെ മനസ്സുകൾ തമ്മിൽ വല്ലാത്തൊരു വേവ് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കമലയോട് എനിക്ക് ഇത്ര അടുപ്പം തോന്നില്ല. എത്രയോ പത്രക്കാരും TV-കാരും ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നിരിക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ കമല വന്ന് ചോദിച്ചപ്പോ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. എന്തോ ഒരു ആത്മബന്ധം നമ്മൾ തമ്മിലുണ്ട്, അത് ഉറപ്പാ. റൈറ്റ്. അല്ല, അതിലെ റൈറ്റിലേക്ക് തിരിയണമെന്ന്. ഓ. ദാ ഇവിടെ തന്നെ, ഈ ഗേറ്റ്. ഇതാണ് ഓഫീസ്? അതെ, ഒന്ന് കേറിയിട്ട് പോവാം. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഓക്കെ, ബൈ. ലക്ഷ്മിക്കുട്ടി, ഓ, എങ്ങനെ ഇക്കാലത്ത് ഒരാളെ വിശ്വസിക്കുക? സംസാരം കേട്ട എന്തൊരു മാന്യൻ. മനസ്സിലിരിപ്പിതാന്ന് കണ്ടാ പറയോ? ഈ ഡോക്ടർക്ക് മുമ്പും കുറെ കാമുകിമാരുണ്ടായിരുന്നോ ചേച്ചി? എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിലും ഭാര്യമാരറിയാതെയാണല്ലോ ഭർത്താക്കന്മാരുടെ ഒക്കെ കളി. മനസ്സിന് പിടിച്ച ഒരാളെ കാണുമ്പോ എന്തെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ആ മോഹം എന്തായാലും പോയി. എനിക്ക് ഈ ആണുങ്ങളെ കാണുന്നതേ കലിയാ. ഒരു ജാതി നോട്ടവും വെടക്ക് വർത്താനോ ചെപ്പുകുറ്റിക്കൊന്ന് പൂശാനാ തോന്നുക.
നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഹൈ, പോ അപ്പുറത്ത്. ഇതെന്താ എന്തുകൊണ്ട് എന്നോട് ചാടിക്കടിക്കണേ? പോകാൻ. നമ്മളെന്തെങ്കിലും പറഞ്ഞാ കുറ്റ ഒക്കെ ഇങ്ങോട്ട് പറയാം എന്ത് വേണമെങ്കിലും. എന്നാലും ഇത്ര പിടിക്കുക ചേച്ചിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് ആലോചിക്കുമ്പോഴാ. പെണ്ണുങ്ങളായ ക്ഷമിച്ചുകൂടെ എന്ന് പറയും, അത് പണ്ട്. ചേച്ചി ചെയ്തതാ കറക്റ്റ്. ഞാൻ ജിക്കയോട് പറഞ്ഞു, ചേച്ചി ഒരു പാവം ആയതുകൊണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ വല്ല കള്ളക്കേസ് കൊടുത്താലേ ഇരുമൊഴിക്കുള്ളിലാക്കിയന്. ദുഷ്ടൻ. സ്റ്റോപ്പ് ഇറ്റ്. ഇത്ര ധാർമ്മിക രോഷം കൊള്ളാൻ നിനക്ക് നഷ്ടമൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്റെ ഭർത്താവ് ദുഷ്ടനാ, വഞ്ചകനാ, അത് ഞാൻ സഹിച്ചോളാം. താലി കെട്ടിയ ആളെ പറ്റി വേറൊരു പെണ്ണ് കുറ്റം പറയുന്നത് കേട്ട് നിൽക്കുന്നത് അത്ര സുഖമുള്ള കാര്യമില്ല, അയാൾ എത്ര നീചനാണെങ്കിലും. Happy birthday to you. Happy birthday to you. Happy birthday dear Johnny Kutti. Happy birthday to you. Oh, thank you. എനിക്കില്ല. കൊടുക്ക. എനിക്ക് ചില നേരത്ത് ഈ ഇമ്മാനുവലിനോട് അസൂയ. എന്തിന്? എന്തൊരു സന്തോഷമുള്ള വീടാണിത്. അമ്മച്ചിയും റോസമ്മയും കുട്ടികളും അവരുടെ തമാശകളും. അവിടുത്തെ വഴക്കുണ്ടാക്കല്. അമ്മച്ചി കൊച്ചിനെ ഒന്ന് പിടിച്ചേ. ഓ, നല്ല വൈൻ എടുക്കട്ടെ രണ്ടാൾക്കും. ബെസ്റ്റ് റെഡ് വൈൻ ഉണ്ട്. അയ്യോ വേണ്ട. തന്റെ കുടുംബത്തിന്റെ ഈ സ്നേഹം കാണുന്ന തന്നെ ഒരു ലഹരിയാണോ? ചിലപ്പോ ഇവിടുത്തെ അംഗം കണ്ട ജിക്ക് ഇവിടുന്ന് ഓടും. അമ്മായിമ്മയും മരുമോളും കൂടി ഈ വീട് തല കീഴായിട്ട് മറിക്കും. പക്ഷെ രണ്ടാൾക്കും തമ്മി കാണാതിരിക്കാൻ പറ്റില്ല. ഇവളുടെ വീട്ടിൽ പോയാ അപ്പ അമ്മച്ചി തുടങ്ങും, പോയി വിളിച്ചുണ്ടോ. പിന്നെ ഇവിടെ ഒരു ബഹള. അമ്മച്ചി എന്റെ അനിയന്റെ വീട്ടിലോ മറ്റോ പോയാ പിന്നെ വരുന്നത് വരെ ഇവൾക്ക് മനസ്സമാധാനം ഇല്ല. അതാണ് റിയൽ അഫെക്ഷൻ. എല്ലാ ബന്ധത്തിലും അതുണ്ട്. കാണാതിരിക്കുമ്പോഴാണ് ഉള്ളിലെ സ്നേഹം നമ്മൾ തിരിച്ചറിയുക. ഡോക്ടറും ട്രീസ ചേച്ചി ഇപ്പൊ ആ അവസ്ഥയിലായെന്ന് തോന്നുന്നു. അങ്ങനെ ആവാനല്ലേ നമ്മൾ ഈ പാടുപെടുന്നത്. എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും പ്രണയമുണ്ട്. ഇമ്മാനുവലിന് അടികൊണ്ടതും കമലയ്ക്ക് ചീത്ത കേട്ടതും ഒക്കെ അതുകൊണ്ടാണ്. അഗ്നിക്ക് കാറ്റ് പോലാണ് പ്രണയത്തിന് വിരഹം. നിസ്സാരമായതിനെ അത് കെടുത്തിക്കളയും, തീവ്രമായതിനെ ആളിക്കത്തിക്കും. ഡോക്ടറുടെയും ഭാര്യയുടെയും മനസ്സിലെത്തി ആളിക്കത്താൻ തുടങ്ങി. എനിക്കൊരു പിടിയും കിട്ടാത്തത് പ്രമിള ചേച്ചിയുടെ കാര്യ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? സർവശക്തനായ ദൈവം എല്ലാത്തിനും വഴി കാണിക്കും. ഇതും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അന്നോട് ബൈബിളിന്റെ കാര്യം അല്ലെങ്കിൽ ചോദിച്ചോടാ. ഹമക്ക കിട്ടും നിനക്ക്. ഇത് പറക്കണില്ല. ഈ മുത്തശ്ശന് പട്ടം ഉണ്ടാക്കാൻ അറിയില്ല. മുത്തശ്ശനെ PWD എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർമാർക്ക് പട്ടം ഉണ്ടാക്കലല്ല പണി. പ്ലെയിൻ മതി മുത്തശ്ശ. പ്ലെയിനും വേണ്ട, പട്ടവും വേണ്ട. എനിക്ക് വേറെ ജോലി. തിരക്ക് കൂട്ടല്ലേ. അങ്കിള് മുത്തശ്ശനെ കണ്ടൊരു കാര്യം സംസാരിച്ചു. ഇന്ന് എവിടെയൊക്കെ പോണം, എന്തൊക്കെ വേണം? ഇപ്പൊ ചോക്ലേറ്റ് ഐസ്ക്രീം അതൊന്നും വേണ്ടേ? ആദ്യം ചോക്ലേറ്റ് ഐസ്ക്രീമോ? അത് കഴിഞ്ഞ് എന്തായാലും നിങ്ങൾ ഇവിടെ ഇരുന്നോ. അങ്കിള് പോയി ചോക്ലേറ്റ് വാങ്ങിച്ചു. എത്ര എണ്ണം വേണം? 10 എണ്ണം. മക്കളെ എന്റെ മോൻ ആകെ അങ്ങ് ക്ഷീണിച്ചല്ലോ. അവന് പനിയായിരുന്നു അച്ഛാ. 3 ദിവസം സ്കൂളിൽ പോയില്ല. അതെയോ? ഇപ്പൊക്കെ മാറിയോ? അച്ഛാ ഇവളച്ഛന്റെ പടം വരച്ചു. അത് ശരിയായില്ല അച്ഛാ. അമ്മ അതെടുത്ത് കീറി കളഞ്ഞു. മക്കൾക്ക് അച്ഛൻ എന്താ വാങ്ങിത്തരണ്ടേ? ഇതാ, ഇവർക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതാ. കൊടുത്തോളൂ. ഇത് അച്ഛൻ തരുന്നതായിട്ട് കരുതിയാ മതി. ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയതാ. സ്കൂളും വീടും മാത്രമായിട്ട് ഇവരാകെ ബോറടിച്ചിരിക്കുക. ആരും ഇല്ലല്ലോ ഇവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാൻ. അല്ല, ഞാനിവരെ കുറച്ചു നേരം ഒന്ന് കൊണ്ടുപോട്ടെ. അയ്യോ സാറേ, സാറിന്റെ കൂടെ ഇവരെ അയക്കാനുള്ള അധികാരം എനിക്കില്ല. എന്റേത് വെറും ഒരു ഡ്രൈവറുടെ റോളാണ്. പറഞ്ഞ സമയത്ത് തിരിച്ചെത്തിക്കണം. എനിക്ക് വിഷമമുണ്ട് സാർ. അച്ഛനമ്മമാരുടെ സ്നേഹം കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ട പ്രായമാണ്. പാവം
ഇവർക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. ഭാര്യമാരുടെ മുമ്പിൽ ജയിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ആരും ഓർക്കാറില്ല. ദേ അച്ഛനോട് പറ പോവാണെന്ന്. പോട്ടെ അച്ഛാ. പോയിട്ട് വരാം അച്ഛാ. കമല, അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ദൈവം വഴി കാണിക്കുമെന്ന്. പീതാംബരനെയും പ്രമീളയെ ഒന്നിപ്പിക്കാൻ ദൈവം ഒരു പാലമിട്ട് തന്നിരിക്കുന്നു. എന്താണെന്ന് ചോദിക്കേ? എന്താ? കുട്ടികൾ മാധവനും മാളവികയും. അവരിലൂടെ നമ്മൾ പീതാംബരന്റെ മനസ്സിലേക്ക് കയറും, മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ മാറ്റും. ഇന്ന് ഞാൻ അയാളെ കണ്ടു. എന്നോടൊപ്പം കുട്ടികളുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു. മതി, കനിവുള്ള ഹൃദയത്തിൽ നിന്നേ കണ്ണീരുണ്ടാവൂ. ഈ കണ്ണ് നിറഞ്ഞതാണോ അതോ എനിക്ക് തോന്നിയതാണോ? തോന്നിയതാ. ഓക്കെ, വേറൊരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട്. പാരീസിലെ വലിയൊരു ഗ്രൂപ്പ് കൂടി നമ്മുടെ ക്ലയന്റ് ആകാൻ പോകുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു ഡേറ്റ പ്രിപ്പയർ ചെയ്യണം. കമാൻ. എന്താ തനിക്ക് പറ്റിയത്? ഒന്നുമില്ല. ആത്മാവിന്റെ ജാലകങ്ങളാണ് കണ്ണുകൾ. തന്റെ കണ്ണുകളിൽ ഡിസ്റ്റർബ്ഡ് ആയ ഒരു മനസ്സ് എനിക്ക് കാണാം. ശരിയാണ്, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞെങ്കിൽ ശരിയായിക്കോളും. ശരിയായിക്കോട്ടെ. എന്താണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞൂടെ? എനിക്കൊരു കത്ത് കിട്ടി. ശരിയായ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും കറങ്ങി കറങ്ങിയാണ് എൻ്റെ കയ്യിലെത്തിയത്. ആ കത്ത് അതെന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ആരുടെ കത്താണ്? இந்த சக்கையெல்லாம் வாரி கொண்டு போய் போடு. டேய் அங்க போடுறா. ചേച്ചി ഇപ്പൊ എവിടെ താമസിക്കുക? പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഹോസ്റ്റലുണ്ട്. നീ നന്നായിട്ട് പഠിച്ച ജോലിയാകുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോവാം. അതിന് 8ാം ക്ലാസ് ജയിച്ചിട്ട് വേണ്ടേ? നീ പോടാ അവിടുന്ന്. എനിക്കല്ലെങ്കിലും ഒരിടത്തേക്കും പോണ്ട. എന്നാ പിന്നെ മണിക്കുട്ടനെ ഞാൻ കൊണ്ടുപോട്ടെ? അയ്യോ ഞാനില്ല, എനിക്ക് ഡ്രൈവറായാ മതി. കാട്ടിലെ തടി കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവർ. ബൈ 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 ബൈ. അച്ഛൻ മരിച്ചതോടെ മാമനും കൂട്ടരും വീട്ടില് ഭരണായി. അച്ഛനുള്ളപ്പോഴും
അമ്മയ്ക്ക് അവരോടായിരുന്നു സ്നേഹം. ഞാൻ അറിയാതെ തന്നെ അവരെന്റെ കല്യാണം നിശ്ചയിച്ചു. 3-ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയ എന്നെ മുറിച്ചെറുക്കനുമായിട്ട്. ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് കോളേജിൽ സീറ്റ് കിട്ടിയിരുന്നു. ആ കാരണവും പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് പെൺകുട്ടികളായിട്ട് മാറാൻ പാടില്ല. അത് നാട്ടുനടപ്പല്ല. ഇവിടെ വിവരമില്ലാതെ പറയണം മുപ്പ. നിങ്ങൾ മുഹൂർത്തം നോക്കിക്ക. പഠിക്കാൻ അയച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരും എന്നെ ജീവനോടെ കാണില്ല. രാഘവൻ ജീവിച്ചിരുന്നപ്പോ കൊഞ്ചിച്ചോറ തോന്നിയാസങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തലക്ക് പിടിച്ചിരിക്കാ പെണ്ണ്. പട്ടണത്തിലച്ച് പഠിപ്പിക്കാന്ന് വെച്ചാൽ ചെലവ് എത്രയാ? ഈ കുടുംബത്തിന് ഒരു കാരണം ഞാൻ തരില്ല. എന്നെ പഠിപ്പിക്കാനും കൂടിയാ അച്ഛൻ പണിയെടുത്തിരുന്നത്. ഇന്നുണ്ടെന്ന് പറയുന്നതൊക്കെ എന്റെ അച്ഛൻ സമ്പാദിച്ചതാ. എന്താണ് നീ പറഞ്ഞോണ്ട് വരുന്നതിന്റെ പൊരുള്? മൂപ്പം കേട്ടല്ലോ, അച്ഛന്റെ സ്വത്തിന് അവകാശം പറയാവള്. ആസത്ത് അങ്ങനെയെങ്കിൽ അങ്ങനെ. അത് വലിയ പ്രശ്നമായി. ഞാൻ ഭാഗം ചോദിച്ചു എന്നായി എല്ലാവരും. നാട്ടുകാർ കൂടി അഭിപ്രായങ്ങൾ പലതായി. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉറച്ചു നിന്നു. ഒടുവിൽ അച്ഛൻ്റെ സ്വത്തുക്കൾക്ക് വിലയിട്ടു. അതിൽ നിന്നും ചെറിയൊരു ഓഹരിയുടെ വില എനിക്ക് തന്നു. അതും തന്ന് പുറത്താക്കിന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയ കാശ് ബാങ്കിലിട്ട് അതിൽ നിന്ന് അരിഷ്ടിച്ചെടുത്താൽ ഞാൻ പഠിച്ചത്. കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ബാങ്ക് ബാലൻസ് കാലിയായി. പിന്നീട് ഒരിക്കലും തിരിച്ചു പോയിട്ടില്ലേ? തിരിച്ചങ്ങോട്ട് ചെന്നു പോകരുതെന്ന കൽപ്പന. സീത എൻ്റെ അനിയത്തി എഴുതിയതും അതായിരുന്നു. കല്യാണത്തിന് ചേച്ചി വരരുത്. വന്നാൽ ഞാൻ അറിയിച്ചിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതാ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. സാരമില്ല. ഈ കാലമെന്ന് പറയുന്നത് ഒരു വലിയ മരുന്നാണ്. ഒരുവിധം മുറിവുകളെയൊക്കെ അത് ഉണക്കും. നോക്കിക്കോ, കമലയുടെ അമ്മയും അമ്മാവനും ഒരുപാട് മാറിയിട്ടുണ്ടാവും. അറിയില്ല. നമ്മൾ മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനമാണ് ഈ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. അതിൻ്റെ വിലയറിയാത്തവർ നിസ്സാര കാര്യങ്ങൾക്കായി അതിനെ പൊട്ടിച്ചെറിയും. തകർച്ചയുടെ വക്കിൽ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചാണ് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എനിക്ക് അനുസരിച്ചേ പറ്റൂ. ഒരു നിമിഷം പാട്ടി വാങ്ക. പാട്ടി കൂടെ ഒരു ഫോട്ടോ. പാട്ടി നില്ലുക. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അവരൊന്ന് കണ്ടിട്ട് പോകട്ടെ. ഒരുത്തരെയും കാണണ്ട. നിങ്ങളോട് പോകാനാ പറഞ്ഞത്. ഇവിടെ അതിനകത്ത് കയറ്റാൻ പറ്റില്ല. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടെ ഇറങ്ങിപ്പോയാ തോന്നിയവാസം. ഇവിടെ കേട്ടില്ല. കടക്കടി പുറത്ത്. അമ്മേ. അമ്മയാ? എനിക്ക് മോളായിട്ട് ഇവിടെ ഒരാളേ ഉള്ളൂ. അവളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞത്. നിനക്ക് ഈ വീടായിട്ട് ഒരു ബന്ധമില്ല. നോക്കൂ, ഈ കുട്ടി നിങ്ങളെയൊക്കെ കാണാനും അനിയത്തെ അനുഗ്രഹിക്കാനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഒരുപാട് ദൂരെ നിന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. താൻ ഇവളുടെ ആരാ? ഈ കുട്ടി ജോലി ചെയ്യുന്ന എന്റെ കമ്പനിയിലാണ്. ഓ, കമ്പനി ജോലിയൊക്കെ അവിടെ മതി. രണ്ടാമത് സ്ഥലം വിട്. ചേച്ചി ചേച്ചി ഓടി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളൊക്കെ നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോയവളെ വിട്. ഇനി പടുതി ചവിട്ടരുത്. ഇറങ്ങിപ്പോവാൻ. പാലൂട്ടി വളർത്ത കിളി പഴം കൊടുത്ത് പാത്ത കിളി നമ്മളത്തെ പച്ച കിളി നാളെ വരും കച്ചേരിക്ക് ചെല്ലമ്മ. ഇരുട്ടത്ത് നടക്കുമ്പോ ഒരു ധൈര്യത്തിന് വേണ്ടി പാടുന്നതാ. പാട്ട് കേട്ടാ ഭൂതപ്രേതങ്ങളൊന്നും അടുത്ത് വരില്ല അത്രേ. ഈ പാട്ട് കേട്ടാൽ ഒരു പ്രേതം അടുത്ത് വരില്ല. ദാ കട്ടൻ കാപ്പിയും കുറച്ച് പഴവും. ഇപ്പൊ ഇതേ കിട്ടിയുള്ളൂ. രാവിലത്തേക്കുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം. ഇവിടെ അങ്ങനെ ആരും വന്ന് താമസിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും വല്ല ഫോറസ്റ്റ് ഓഫീസർമാരും വന്ന് കമ്പനി കൂടും. സന്ധ്യയ്ക്ക് മുമ്പ് അവരങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഇവിടെ ഈ ഒരൊറ്റ മുറി മാത്രമേ നല്ലതുള്ളൂ. മറ്റേതിലൊക്കെ കണ്ട ചപ്പും ചോറും വാരിയിട്ടിരിക്കുക. ഇത് തന്നെ ധാരാളം. അല്ല, മുറിയെടുക്കാൻ വന്നപ്പോ സാർ എന്താ പറഞ്ഞേ? രാത്രി പോയാൽ വഴിയിൽ ആനശല്യം ഉണ്ടാവും നാട്ടുകാർ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചു. ചെന്ന് നോക്ക്, നടു റോഡിൽ നിൽപ്പുണ്ടൊരുത്തൻ. ഒറ്റയാനാ. പടക്കം പൊട്ടിച്ചിട്ടും പന്തെറിഞ്ഞിട്ടും അവനൊരു കുലുക്കമില്ലെന്നേ. എന്നെ കണ്ടാൽ അവനൊരു സലാം വെച്ച് വഴി മാറിപ്പോയെന്നെ. ഈ ഒറ്റയാന്മാര് പരസ്പരം ബഹുമാനിക്കുന്നവരാ. എന്ന് വെച്ചാൽ ഈ ആന, ഒറ്റാൻ, സലാം, ബഹുമാനം. മനസ്സിലായി മനസ്സിലായി. അപ്പൊ നാളെ രാവിലെ ആയിക്കോട്ടെ. ഇതിന്റെ താഴെ തന്നെ എന്റെ വീട്. ശരി. പ്രേതം. പാലൂട്ടി വളർത്ത കിളി പഴം കൊടുത്ത് പാത്ത കിളി നമ്മളത്തെ പച്ച കിളി നാളെ വരും
അപ്പോഴേ ആലോചനയൊക്കെ മതിയാക്കി പോയി കിടന്നുറങ്ങും. നമുക്ക് കാലത്ത് നേരത്തെ പോകണം. വരേണ്ടിയിരുന്നില്ല. വന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടായി. എനിക്ക് കമലയുടെ നാട് കാണാൻ പറ്റി, അമ്മയെ കാണാൻ പറ്റി, അനിയത്തെ കാണാൻ പറ്റി. ഐ ആം ഹാപ്പി. ഞാൻ കാരണം GK കൂടി വഴക്ക് കിട്ടി. ഏയ് അതൊന്നും സാരമില്ല. അവർക്കറിയാവുന്ന രീതിയിൽ അവർ റിയാക്ട് ചെയ്തു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വഴികളൊന്നും അടഞ്ഞിട്ടില്ലെന്നാണ്. സത്യം. വാതിലടച്ചു കിടന്നോളൂ, ഞാൻ വണ്ടിയിലുണ്ടാവും. അയ്യോ, വണ്ടിക്കൊരു കാവൽ. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. പോയി കിടന്നുറങ്ങണം കമലാദേവി. ഗുഡ് നൈറ്റ്. പാലൂട്ടി വളർത്ത കിളി, പഴം കൊടുത്ത് പാത്ത കിളി. ഉഴിയിലെ അടവന്താൽ പുതമാഴിമുത്ത് കണ്ടവന്റെ സ്വത്തെടുത്ത്. നേരം വെളുത്താലും പ്രേതശല്യം ഉണ്ടാവോ ഇവിടെ? അത് രാത്രിയിലത്തേക്ക് വേണ്ടി പാടി പഠിച്ചതാ. അല്ല, സാറിന്റെ കുളി കഴിഞ്ഞോ? ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. മുങ്ങിക്കുളിക്കാൻ നല്ല തണുത്ത വെള്ളവും സൗകര്യമുള്ളപ്പോ എന്തിനാ മാഷേ ചൂടുവെള്ളം? അപ്പൊ മാഡം കുളിക്കാൻ പുറത്തു പോയോ? കാണുന്നില്ലല്ലോ. മുറിയിലില്ലേ? ഇല്ലെന്നേ. ഇതെവിടെ പോയി ഇത്ര രാവിലെ? ഒരിക്കൽ കൂടി അനിയത്തെ കാണാൻ ഒരു ശ്രമം നടത്തി അല്ലേ? അമ്മയോ മാമനോ കണ്ടിരിക്കും. അവർ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് വീണ്ടും ഇറക്കി വിട്ടിരിക്കും. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിലല്ല എനിക്ക് സങ്കടം, അവരുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതില. എൻ്റെ അമ്മ, അനിയത്തി, അനിയൻ, അവർക്കൊക്കെ ഞാനൊരു അന്യയായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ തോന്നുന്നതാ. സമയമെടുക്കും. അവരൊക്കെ വളരെ ചെറിയ മനസ്സുള്ളവര്. പെട്ടെന്നൊന്നും നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പൂർണ്ണമായിട്ടൊരു വാതിലും അടഞ്ഞിട്ടില്ല. സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും കീഴടക്കാൻ കഴിയാത്ത യാതൊന്നുമില്ല ഈ ലോകത്ത്. ആദ്യം മനുഷ്യനെ ഈ അസ്വസ്ഥതകളിൽ നിന്ന് അഴിച്ചുവിട്. പ്രകൃതിയിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ. കേട്ടോ ഒരു കുയിലിൻ്റെ ശബ്ദം? എത്ര മനോഹരമായിരിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് മനുഷ്യർ മാത്രമല്ല. കുയിലുണ്ട്, കാക്കയുണ്ട്, കിളികളുണ്ട്, പഞ്ചവർണ്ണ കിളികളുണ്ട്, ആനയുണ്ട്, പൂച്ചയുണ്ട്, പട്ടിയുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ. സിംഹം, തവള, കരടി, പെരുമ്പാമ്പ്, കൊച്ചുകിളികള്, വലിയ കിളികള്, കുഞ്ഞണ്ണാൻ, വലിയ മീച്ചയുള്ള അണ്ണാൻ, അപ്പുറത്തും ഇപ്പുറത്തും ഓടുന്ന കിളി. ഗോപൻ, മക്കൾ ഇതുവരെ വന്നിട്ടില്ല. സ്കൂൾ വിട്ടിട്ട് നേരം കുറയായി. സ്കൂളിൽ വിളിച്ചു നോക്കിയോ? ഇവളവിടെ പോയി അന്വേഷിച്ചു. പതിവായി പോകുന്ന ഓട്ടോയിൽ തന്നെ കയറി പോയി എന്നാ അവര് പറയുന്നേ. അപ്പൊ പേടിക്കാനൊന്നുമില്ല. ഓട്ടോയ്ക്ക് എന്തെങ്കിലും കേട് പറ്റിയിരിക്കും. അത് നന്നാക്കാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയിരിക്കും. എന്നാ അയാൾ ഇങ്ങോട്ടൊന്ന് വിളിച്ചു പറയണ്ടേ? എനിക്ക് ഒരു സമാധാനവും ഇല്ല. പോലീസിൽ അറിയിക്കണോ? വേണ്ട വേണ്ട, ഞാനൊന്ന് പോയി നോക്കിട്ട്. ഇത് കണ്ടോ അമ്മേ? നമ്മുടെ ഫിഷ് ടാങ്കിലിട അച്ഛൻ വാങ്ങി തന്നതാ. ഇത് ഐസ്ക്രീം ഞങ്ങൾ രണ്ടെണ്ണം തിന്നു. കൊന്നാളെ ഞാൻ. കണ്ണി കണ്ടവർ തരുന്ന ഒന്നും വാങ്ങിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛനാ വാങ്ങി തന്നത്. എടാ, സ്കൂൾ വിട്ടാ കുട്ടികളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ട്. കുട്ടികളെ അച്ഛൻ വന്ന് വിളിച്ച വിടാണ്ടിരിക്കാൻ പറ്റുമോ? ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. തന്റെ സഹായം ഞങ്ങൾക്ക് ഇനി വേണ്ട. നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഓട്ടോ കിട്ടുമെന്ന്. ഞാൻ എന്ത് ചെയ്യുന്ന? എനിക്കത്ര നിർബന്ധമൊന്നുമില്ല. ഞാൻ പിടിച്ചു വെച്ചോണ്ടാ അവരിപ്പോ വന്നത്. നിങ്ങൾ പോയി കുളിച്ച് ഈ യൂണിഫോം ഒക്കെ മാറ്റാം. അങ്കിൾ ആ മീനെ എടുത്തോണ്ട് വരാൻ. ചെല്ലെ. എന്താ ഇത്? കുട്ടികളാകെ പേടിച്ചു പോയില്ലേ? ഞാൻ എത്ര പേടിച്ചു പോയിന്നറിയോ? എന്നിട്ടാണ് അവരെ കണ്ടപ്പം ഭദ്രകാളിയെ പോലെ കിടന്ന് കലിതുള്ളിയത്. ഷെയിം. അന്യന്മാരോടൊപ്പം ഒന്നും അല്ല അവർ പോയത്. സ്വന്തം അച്ഛൻ്റെ കൂടെ അല്ലേ? പ്രമീളയ്ക്കുള്ളത് അവരെ കാണാനും ലാളിക്കാനും അയാൾക്കും അവകാശമുണ്ട്. ഞാനാണ് അവരെ വളർത്തുന്നത്. അപ്പൊ എന്റെ ഇഷ്ടപ്രകാരം നടന്നാ മതി. ദുർവാശയാണ് സാർ, രണ്ടുപേർക്കും. അത് പതുക്കെ മാറ്റിയെടുക്കണം. ഞാൻ പീതാംബര സാറിനെ ഒന്ന് കാണട്ടെ. ഞാൻ കേസ് കൊടുക്കും. എന്റെ മക്കളെ കാണാൻ പാടില്ല എന്ന് ഒരു കോടതി എന്നോട് പറയില്ല. നിങ്ങൾക്കറിയാവോ, അവളും മക്കളും അല്ല ജീവിതത്തിൽ വേറെ ആരും വേണ്ടെന്ന് വിചാരിച്ചുള്ളവനെ ഞാൻ. കള്ളു കുടിച്ചിട്ടില്ല,
ചീട്ട് കളിച്ച് കാശ് കളഞ്ഞിട്ടില്ല, കണ്ട പെമ്പിള്ളയുടെ പുറകെ പോയിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താ? ഭൂമിയോളം ക്ഷമിക്കുന്നതാണ് ഞാൻ. പക്ഷെ എന്റെ ലിമിറ്റ് കഴിഞ്ഞോണ്ടല്ലോ. സ്നേഹമായാലും ദേഷ്യമായാലും അതിന്റെ മാക്സിമം. അതാ പീതാംബര സാറിന്റെ സ്വഭാവം. പുറമേ നോക്കിയാലേ അത് മനസ്സിലാവും. അധികമായാൽ അമൃതും വിഷമാണെന്ന് പണ്ടേ പറയാറുള്ളത്. ഭാര്യയെ സ്നേഹിച്ച് ആ സ്നേഹം ഒരു ഭാരമാക്കി മാറ്റിയതാണ് സാർ ചെയ്ത തെറ്റ്. സാർ പൊസസീവ്നെസ് എന്ന് പറയുന്നത് സ്നേഹമല്ല, അതൊരു തരം ഫിയറാണ്, ഭയമാണ്. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. 24 മണിക്കൂറും സാറിന്റെ പുറകെ സാറിനെ സ്നേഹിച്ചുകൊണ്ട് ഒരാൾ നടന്നാൽ എന്തോന്നും ഭയങ്കര ബോറായിരിക്കില്ലേ? അവക്ക് അഹങ്കാരമാണ്. ഞാൻ അവക്ക് ചേർന്നതെല്ലാം ഒരു തോന്നല്. അത് പണ്ട് പോലുള്ളതാ. ദേ, ഇത് മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഈ ഒരൊറ്റ കോംപ്ലക്സിന്റെ പുറത്താണ് മറ്റു കാരണങ്ങളൊക്കെ നിങ്ങൾ കെട്ടിപ്പൊക്കിയത്, കലഹിച്ചത്, ജീവിതം തകർത്തത്. ചെറിയ പരിചയമേ എനിക്ക് സാറിന്റെ വൈഫുമായിട്ടുള്ളൂ. ആ പരിചയം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, പ്രമീളയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിരോധവും സാറിനോടില്ല. ഭർത്താവിന് വിശ്വാസമില്ല എന്ന് തോന്നിയാൽ ഏത് ഭാര്യയാണ് സഹിക്കുക? അത് വെറുപ്പാകും, വൈരാഗ്യമാകും. അതിനിടയിൽ കിടന്ന് പാടുപെടുന്നത് ആ കുട്ടികളാണ് സാർ. എനിക്ക് എന്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം. അതിനി ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെയും കൈയും കാലും പിടിക്കണ്ട, പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവരാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ എനിക്ക് ആ വീട്ടിലുണ്ട്. ഷാജാൻ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ? മേശപ്പുറത്തിരിക്കുന്നുണ്ടില്ലേ? ഇടോ, എന്താടോ ഇത്? പൊങ്കല്. ഇടോ, ഈ പൊങ്കലും വടയും ഊത്തപ്പല്ലാതെ വേറൊന്നും തനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? എന്ത് വെച്ചെന്നാലും പിടിക്കുമല്ലോ. കേസരി ഉണ്ടാക്കി, ഒരു സ്പൂൺ തിന്നില്ല. പുളിയോദര ഉണ്ടാക്കി, തൊട്ടില്ല. തൈര് സാധം വേണ്ട, സാമ്പാർ സാധം വേണ്ട. ഈ തിരുപ്പൂരും ശരവണ മുതലാളിയും കൂടെ തന്റെ രുചികളൊക്കെ കളഞ്ഞു. ഇടോ, കാലത്ത് കുളിച്ച് വന്ന് കഴിക്കാനിരിക്കുമ്പോ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആഹാരം ഉണ്ടാക്കി വെച്ചാൽ എന്താ തനിക്ക്? നല്ല കനം കുറഞ്ഞ ദോശ, ചമ്മന്തി, സോഫ്റ്റ് ഇഡലി, പൂരി. ഇന്ന് സത്യത്തിൽ എനിക്ക് പുട്ടും കടലയും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പൊങ്കലിന് വരെ അതായിരുന്നെങ്കിൽ ഞാൻ തനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. എനിക്ക് നിങ്ങൾ ഉമ്മയും വേണ്ട, വാപ്പയും വേണ്ട. മനസ്സിലുള്ള എന്താണെന്ന് പറയാതെ മെഷീനൊന്നുമില്ല എൻ്റെ അടുത്ത് നിങ്ങളെ മനസ്സിലാക്കാൻ. ദേഷ്യ ആണെങ്കിൽ അയ്യോ. യെസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലല്ല. ഓ ഭാഗ്യം. ഞാൻ കുറച്ച് പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രസ് ഡിസൈനിങ് മാത്രമല്ല, എനിക്ക് പാചകം ചെയ്യാൻ അറിയാവുന്ന ജിക്ക് മനസ്സിലാവണമല്ലോ. കഴിച്ചു നോക്ക്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അല്ല, എന്റെ ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. പുട്ടും കടലയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും കിട്ടിയല്ലോ. ഇനി എനിക്ക് തരാൻ തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും. എന്ത്? ഇതേതായാലും ഒരു പോസിറ്റീവ് സൈനാണ്. ഞാൻ ഇന്ന് ഒരു കുറുമ്പ് കാണിക്കാൻ പോവുകയാണ്. എന്ത് കുറുമ്പ്? പീതാംബറിനോടൊപ്പം കുട്ടികളെ കുറെ സമയം വിട്ടുകൊടുക്കും. ഉച്ചയ്ക്ക് ഞാൻ അവരെ സ്കൂളിൽ നിന്ന് പൊക്കും. സ്കൂൾ വിടുന്ന സമയത്ത് തിരികെ എത്തിക്കും. അതിനിടയ്ക്കുള്ള 2 മണിക്കൂർ അച്ഛനും മക്കളും മാത്രം. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇതോ? ഇതും ഇതങ്ങോട്ട് മാറ്റി വെച്ചേ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് അമ്മ ചോദിച്ചാ എന്ത് പറയും? അച്ഛൻ വാങ്ങി തന്നു പറയും. അമ്മ ദേഷ്യപ്പെട്ടാലോ? അപ്പൊ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പോകുന്നു പറയും. അച്ഛന് ചൊപ്പന കൂട്ടുണ്ട്. നീ മോക്ക് നോക്കാം കേട്ടോ. ആയ്, എന്തുടുപ്പുകളാ! ഇതെങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇതോ? മാധവ, എന്താ സർ? എന്റെ മോൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മാധവ, മോനെ, മോളെ ഒന്ന് നോക്കണേ. ഓക്കെ സർ. അച്ഛൻ ഇപ്പൊ വരാ. മോള് വരും. മാധവ, മോനെ മാധവ,
ഒരു കുട്ടിയെ കണ്ടോ? ഇല്ല. മാധവ, മാധവ, ഒരു സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടിയെ കണ്ടോ? കണ്ടില്ല. മാധവ, മോനെ, മാധവ, മാധവ, ഗോപ, മോനെ കാണാനില്ല. കാണാനില്ലേ? ഇവിടെ എല്ലാം നോക്കി, എങ്ങും കാണാനില്ല. അയ്യോ, ഇപ്പൊ തന്നെ വൈകി. സ്കൂൾ വിടുമ്പോഴേക്കും തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ഡ്രസ് ഷോപ്പിൽ എന്നെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നതാ. ഇവിടെ ഉണ്ടാവും. ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഇപ്പൊ കളവ് വളരെ കൂടുതലാ. 2-3 പേര് നമ്മുടെ കടയിൽ വന്ന് ചുറ്റിത്തിരിഞ്ഞെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. എന്റെ ദൈവമേ, മോന്റെ കഴുത്തിൽ വല്ല ചെയിനോ മറ്റോ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഏതായാലും നിങ്ങളുടെ പോലീസിലൊന്ന് അറിയിക്കും. ഹലോ, അതെ, ഹലോ, ഇപ്പൊ ഇവിടുന്ന് ആരെ അയക്കാൻ പറ്റില്ല. ഇവിടുത്തെ ജോലിയൊക്കെ തന്നെ പോലീസുകാരെ തയ്യാൻ നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഗാനമേളയ്ക്ക് കാവല്. സർ, ദയവ് ഇതിന്റെ മോന്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സിറ്റി മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുക. 4 പോലീസുകാരെ ഓരോ ഭാഗത്തേക്ക് അയച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നോ? കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതായിരിക്കുന്നത്. എന്നിട്ട് ഈ നേരം വരെ അവനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ടാണോ കുട്ടിയെ കാണാതായത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അച്ഛനൊരു ഭാഗത്ത്, അമ്മ വേറൊരു ഭാഗത്ത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുറ്റം പോലീസിന്. മോളെ വാ, സമാധാനായിട്ടിരിക്കേ. കരയല്ലേ, മോള് ഇവിടെ ഇരിക്കേ. എന്തായി? ആശുപത്രികളിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു നാടോടി സംഘം സിറ്റിയിൽ എത്തിയിട്ടുണ്ടത്രേ. അവരുടെ റോഡ്സ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലല്ല, പവർ ഹൗസിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ഒരു ആൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മോനൊന്നും സംഭവിക്കില്ല. കരയല്ലേ, കരയാതിരിക്കും. ഹലോ, ഓക്കെ പറയാം. കുട്ടി നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മോനെ, നീ അമ്മയെ പേടിപ്പിച്ചു കൊണ്ടതിലൂടെ. മോനെ, അച്ഛന്റെ പൊന്നൂന് എവിടെയായിരുന്നു? എങ്ങനെ വരും ഇവിടെ എത്തിയത്? ഞാൻ കൊണ്ടുവന്നതാ. എന്താ പറ്റിയത് എന്റെ കുഞ്ഞിന്? ഒന്നും പറ്റിയിട്ടില്ല. ആൾത്തിരക്കിനിടയിൽ നിന്ന് അവൻ എന്റെ കയ്യിലെത്തിന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാ മതി. ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നേ. അത്രയ്ക്ക് എന്റെ മനസ്സുരുകിയിട്ടുണ്ട്. സത്യത്തിൽ ഇവരാണ് ദൈവം. ഈ കുഞ്ഞുങ്ങൾ, ഇവര് കാരണമാണ് നിങ്ങൾ ഒന്നായത്. കുറച്ചു നേരം മോനെ കാണാതായപ്പോ നിങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ചായി. ഇനി അത് നഷ്ടപ്പെടുത്തരുത്. അവനെ ഹലോ, നിങ്ങൾ മൂസാക്കൊക്കെ ഫോൺ കൊടുക്കേ. അഹമ്മദ് ആജിയുടെ മകൻ നൗഷാദ് എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാവും. ഹലോ മൂസാക്ക, ഞാൻ നൗഷാദാണ്. ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ഇപ്പോഴും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും വാപ്പയും കൂടെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഒരു സീരിയസ് ഇഷ്യൂവാ. എൻ്റെ അനിയനുള്ളല്ലോ ജബ്ബാർ, അതെ, ദുബായിലുള്ളവൻ. അവൻ അവിടെ ഒരു കേസിൽ പെട്ടുപോയി. ആരോ ചതിച്ചതാ. 2 ദിവസമായിട്ട് അവിടെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക. ഇന്നലത്തെ ഫ്ലൈറ്റിൽ ബഷീർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അവിടെ ഗവൺമെന്റ് സർവീസിലുള്ള ആരെങ്കിലും ജാമ്യം തന്നാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. ഇവിടെ ഞങ്ങളാവുന്നൊക്കെ ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല.
മിനിസ്ട്രി ലെവലിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ മൂസാക്കൊക്കെ ഡൽഹി നല്ല ഹോളുള്ളതല്ലേ. ഇങ്ങനെ ഒരു കാര്യമായുണ്ടോ ഞാൻ അങ്ങോട്ട്. ഹലോ ഹലോ കട്ടായി. ഫോൺ ഓഫാക്കി കളഞ്ഞു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? വേണ്ട പാപ്പ, അയാൾ ഒന്നും ചെയ്യില്ല. സംസാരം കേട്ടാ അറിയാം. നമ്മുടെ രഹനത്തയുടെ ബാപ്പ് ദുബായിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറല്ലേ? മൂപ്പര് വിചാരിച്ച ജാമ്യം കിട്ടൂലേ? അന്യന്മാരെ ആരും അങ്ങനെ ജാമ്യം നിൽക്കില്ല. നിന്റെ ഭാര്യയുടെ പാപ്പ അന്യനാ? അതിന് ഞാൻ പോയ അവളുടെ കാല് പിടിക്കണോ? പിടിക്കണം. നിന്നെ പോലെ തന്നെ ഞാൻ പറ്റ മോനാ ജബ്ബാർ. അവൻ അവിടെ ജയിലിൽ കിടന്നു അറിയിക്കുന്നതിലും വലുതാണോ നിന്റെ വാശി? ഉമ്മ പറയുന്നതിലും കാര്യമില്ലേ മോനെ? ആരും ഒന്നും പറയണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പന്ത് രഹനയുടെ കോർട്ടിലാണ് എന്ന് പറയാറായിട്ടില്ല. ജമീല എന്നെ വിളിച്ച് വിവരം അറിയിച്ചെന്ന് മാത്രം. ജമീലയിലൂടെ കേട്ടത് ആ കുടുംബത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. അവർക്കിപ്പോൾ രഹനയുടെ സഹായം ആവശ്യമാണ്. അത് വേണ്ട. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നിൽക്കാൻ ഇനി എന്നെ കിട്ടില്ല. അപ്പോ നൗഷാദിന്റെ അനിയൻ ഗൾഫിലെ ജയിലിൽ കിടന്ന് നരകിച്ചോട്ടുന്നോ? അതോർത്ത് ആ വീട്ടിലെ ആൾക്കാർ മുഴുവൻ കണ്ണീര് കുടിച്ചാൽ രഹനയ്ക്ക് സന്തോഷാവോ? ദൈവം ചില നേരത്ത് ചില പിടിവള്ളികൾ ഇട്ട് തരും. അത് കണ്ടില്ലെന്ന് അടിച്ചാൽ പിന്നെ നമ്മൾ ആഗ്രഹിച്ചാലും അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. രഹനയെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. അതിന് പകരം അവരെ വേദനിപ്പിച്ചിട്ട് എന്താ കാര്യം? മറിച്ച് നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ അവരെ കീഴ്പ്പെടുത്തണം. അതാണ് സത്യസന്ധമായ പ്രതികാരം. എനിക്കത്ര വിശാലമായ മനസ്സൊന്നും ഇല്ല. ഉണ്ട്. ഇല്ലെങ്കിൽ ഈ വിവരം കേട്ട ഉടനെ രഹന ഇത്ര ഡിസ്റ്റർബ്ഡ് ആവില്ല, എന്നെ വിളിച്ചിങ്ങനെ സംസാരിക്കില്ല. ഒരുപാട് പ്രതീക്ഷകളോടെ രഹന ചെന്ന് കയറിയ വീടാണത്. നല്ലതും ചീത്തയുമായ ധാരാളം അനുഭവങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ടാവാം. എങ്കിലും ഇപ്പോഴും അത് രഹനയുടെ വീടാണ്. എനിക്കുറപ്പുണ്ട്, പഴയ കണ്ണുകളിലൂടെ അവരിനി രഹനയെ കാണില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? രഹന പപ്പയെ വിളിക്കണം. നൗഷാദിന്റെ അനിയനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താൻ പറയണം. അവരാവശ്യപ്പെടാതെ തന്നെ അങ്ങനെ ചെയ്താൽ നൗഷാദ് മാത്രമല്ല, ആ കുടുംബം മുഴുവൻ രഹനയോടൊപ്പം ഉണ്ടാവും. മോളെ ആ കൈ ഇങ്ങോട്ട് തന്നേ. എന്തിനാ തന്നേ? GK-യുടെ ആ ദീർഘവീക്ഷണം ഉണ്ടല്ലോ, അതിനാണ് ഈ ഷെയ്ക്കൻഡ്. വന്നേ, വാ. ഇതാരാന്ന് നോക്കിയേ. എന്താ ഡോക്ടർ? കുറച്ച് ദിവസമായി ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാണ്. ക്ലിനിക്കിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് തിരുത്താമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ട്രേസയും മോളും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നത് മിസ്റ്റർ ഗോപനാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനി ഞാൻ ആ വീട് ഒഴിഞ്ഞുതരാം. എന്റെ ഭാര്യയും മോളെയും കുട്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കൊള്ളാം. ഡോക്ടറുടെ മനസ്സ് മാറിയില്ലേ, അതാണ് പ്രധാനം. ട്രീസ ഇപ്പൊ തന്നെ കാണണം. ഡോക്ടറുടെ ഒരു വാക്കിന് വേണ്ടി ട്രീസ കാത്തിരിക്കുക. എനിക്കതറിയാം. എനിക്ക് ട്രീസയോട് മാത്രം ഒന്ന് സംസാരിക്കണം. ആരും ഇറങ്ങണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. പ്ലീസ്. ഞാൻ തർക്കിക്കാനോ വഴക്കൂടാനോ വന്നല്ല. എന്തിനായാലും ഞാനില്ല. ഇതെന്റെ ജോലി സമയമാണ്. ജോലി ചെയ്താലേ എനിക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം കൊണ്ടാണ് ഞാനും എന്റെ മോളും ഇന്ന് ജീവിക്കുന്നത്. ട്രീസ, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒന്നും പറ്റിയിട്ടില്ല. ഒരു ഉറക്കമുണർന്നു എന്ന് വിചാരിച്ചാൽ മതി.
ഫൈസ, ക്ഷമിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. ക്ഷമിക്കാനാവാത്ത തെറ്റുകളാ ഞാൻ ചെയ്തത്. ഈശ്വരനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, എനിക്കൊരവസരം കൂടി തരണം. ഇനി നീ ആഗ്രഹിക്കുന്ന ഭർത്താവായിരിക്കും ഞാൻ. വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ദൈവം രക്ഷിച്ചതാ. ദൈവം രക്ഷിച്ചത് ട്രീസയെ മാത്രമല്ല, നിങ്ങൾ എല്ലാവരെയാ, 3 കുടുംബങ്ങളെ. അല്ലേ ഇമ്മാനുവൽ? പിന്നെ സത്യത്തിൽ ഞാൻ തീരെ വിചാരിച്ചില്ല നിങ്ങളെയൊക്കെ സ്നേഹത്തോടെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റൂന്ന്. ജിക്ക് ഇതിനു വേണ്ടി ഒരുപാട് പാടുപെട്ടുട്ടോ. ഞങ്ങൾക്കറിയാം നിങ്ങൾ 3 പേരും ഒരുപാട് ബുദ്ധിമുട്ടി. അതൊന്നും ബുദ്ധിമുട്ടായിരുന്നില്ല. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമം. അതിനിടയ്ക്ക് കുറച്ച് കുസൃതികളും കുറുമ്പുകളൊക്കെ ഉണ്ടായെന്ന് മാത്രം. ഞാൻ രഹനോട് പറയായിരുന്നു, എത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ വഴക്കുകൂടിയിരുന്നെന്ന്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓരോരുത്തരും വിചാരിക്കും അവരവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ആ ശരികൾക്കിടയിൽ കുറേ തെറ്റുകൾ മറിഞ്ഞു കിടപ്പുണ്ടാവും. അത് മറ്റുള്ളവർക്കെ കാണാൻ കഴിയൂ. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 90% വഴക്കുകളും അനാവശ്യമാണെന്ന് മനസ്സിലാകും. ഒരു കുടുംബമാകുമ്പോൾ ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എല്ലാവരും പറയാറുണ്ട്. കോംപ്രമൈസ്, അതാ അധികവും കേൾക്കാറുള്ള വാക്ക്. അർത്ഥമില്ലാത്ത വാദമാണത്. ഒത്തുതീർപ്പെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ അപ്പോഴും ബാക്കിയാണ്. ഒരു അനുരഞ്ജനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, പരസ്പരം മനസ്സിലാക്കൽ, പൂർണ്ണമായ വിശ്വാസം. അതുണ്ടെങ്കിലേ സന്തോഷവും സമാധാനവും ഉണ്ടാകൂ. സ്വന്തം പിടിവാശികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ, അവരിതൊക്കെ കാണുന്നുണ്ട്. അവരുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നുണ്ട്. അനുഭവിച്ചവർക്ക് ആ വേദനയുടെ ആഴമറിയൂ. എനിക്കറിയാം, ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. പരസ്പരം പോരടിക്കുന്ന അച്ഛനമ്മമാർക്കിടയിൽ ഉറക്കം വരാതെ എത്രയോ രാത്രികൾ. നിയമത്തിന്റെ അനുവാദം വാങ്ങി അവർ രണ്ട് വഴിക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. പിന്നീടെന്നും തനിച്ച്. നിങ്ങളുടെ കുട്ടികളിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് പതുക്കെ. ഇതാ താക്കോൽ. താങ്ക് യു. ഞങ്ങളുടെ പുതിയ വീട് മോളുടെ പേരിലാ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ക്ഷണിക്കേണ്ടത് ഇവളാ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അങ്കിള് വരണ്ടേ? ഞങ്ങൾ ആ വീട് വിൽക്കുന്നില്ല. അമ്പടി ഭയങ്കരി. ഇനി അകത്ത് കയറി ഐശ്വര്യത്തിന്റെ ദീപം തെളിയിച്ചാലോ ഇമ്മാനുവലെ? ഇനി ഇപ്പൊ ദീപം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഐശ്വര്യം വന്നു കഴിഞ്ഞു. ആ ഫ്ലാറ്റ് നോക്കാൻ വന്ന പാർട്ടി അവിടെ വെയിറ്റ് ചെയ്യാ. ഞാൻ അവരെ ഒന്ന് അയച്ചു. ഓക്കേ. ഇതിപ്പോ GK എക്സ്പോർട്സിന്റെ ഓഫീസോ വീടോ? രണ്ടും. എനിക്ക് പ്രവേശനമുണ്ടോ? കമലയ്ക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. വലത് കാല് വെച്ച്. ഇയാള് പുറപ്പെട്ട എവിടത്തേക്ക്? തിരുപ്പൂരേക്ക്. ഏത് തിരുപ്പൂര്? ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പൊ ശരവണ മുതലാളി?
അയാളോട് പോയി പണി നോക്കാൻ പറയും. ഇത് നിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ടാവും.